என்ன சொன்னார் ஃப்ரெண்டு? அவரு சொன்னார் உங்களுக்கு நலன் பத்தி. நான் வேலையெல்லாம் சாப்பிட்றதுங்கிறதெல்லாம் ரொம்ப ரேர் ஆயிடுச்சு சார். கரெக்ட் ஏன்னா சார். நான் ஃபர்ஸ்ட் வேலைக்கு போறச்செல்லாம் சாதாரண ஒயிட் போர்டு ஐசிஎஃப்ல இருந்து ഓൺലൈൻകാർക്ക് ക്ലാസ് കേൾക്കാമോ? ഓൺലൈൻ ക്ലാസ് കേൾക്കാമോ? ഓൺലൈനിലുള്ളവർക്ക് ക്ലാസ് കേൾക്കാമോ? ക്ലാസ് കഴിഞ്ഞ Recording in progress. ക്ലാസ് കേൾക്കാമോ? ഓൺലൈനിലുള്ളവർക്ക് ക്ലാസ് കേൾക്കാമോ? இப்ப பிரச்சனை இல்லை.
ഇപ്പൊ കേൾക്കാമോ സാർ? ഇപ്പൊ കേട്ടു പ്രഭു. ഓക്കെ കേൾക്കാം സർ. ഇപ്പം കേട്ടു. ശരി. ഇതുവരെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ இவ்வளவு நேரம் கிட்டிட்டு இதுல இப்போ ஓகே பிரபு. താങ്ക് യു. ஹரே கிருஷ்ணா. ഹരി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. കൃഷ്ണകൃപയാൽ ഭഗവാന്റെ കൃപ കൊണ്ട് ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശരിയല്ലേ? താങ്ക് യു. 11-ാമത്തെ ശ്ലോകം ഞാൻ വായിക്കാം. ഭക്തന്മാരെ ഏറ്റു പറയുക. അയനേഷു ച സർവേഷു അയനേഷു ച സർവേഷു യഥാ ഭാഗാമവസ്ഥിതാഃ യഥാ ഭാഗാമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷ്യന്തോ ഭീഷ്മമേവാഭിരക്ഷ്യന്തോ ഭവന്തഃ സർവ ഏവ ഹി ഭവന്തഃ സർവ ഏവ ഹി അയനേഷു ച സർവേഷു അയനേഷു ച സർവേഷു യഥാ ഭാഗാമവസ്ഥിതാഃ യഥാ ഭാഗാമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷ്യന്തോ ഭീഷ്മമേവാഭിരക്ഷ്യന്തോ ഭവന്തഃ സർവ ഏവ ഹി ഭവന്തഃ സർവ ഏവ ഹി അയനേഷു ച സർവേഷു യഥാ ഭാഗാമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷ്യന്തോ ഭവന്തഃ സർവ ഏവ ഹി. ഒരാൾ വായിക്കും. അയനേഷു ച സർവേഷു യഥാ ഭാഗാമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷ്യന്തോ ഭവന്തഃ സർവ ഏവ ഹി. ഗുഡ്. ഞാൻ വായിക്കാം. ഭക്തന്മാര് വേർഡ് ബൈ വേർഡ് മീനിങ് എത്തി പറയുക. ഇതിൽ സംഗീത എന്നുള്ള മേഡം ഓൺലൈനിൽ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? മ്യൂട്ട് ചെയ്യാമോ? സംഗീത മേഡം മ്യൂട്ട് ചെയ്യാമോ? സംഗീത മേഡം മ്യൂട്ട് ചെയ്യാമോ? സംഗീത മേഡം ഒന്ന് മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? എന്തിനമ്മ ഫോണിലൊക്കെ ഇട്ട് കാണിക്കണത്? സർവഭവന്തഃ ഏവ ഹി. കാണിക്കണത് നിങ്ങളെല്ലാവരും സർവേഷു ച അയനേഷു എല്ലാ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും യഥാഭാഗം വേണ്ടുന്നിടത്ത് വെവ്വേറെയായി സജ്ജീകരിക്കപ്പെട്ടിടത്ത് അവസ്ഥിതാഹ നിന്നുകൊണ്ട് ഭീഷ്മം ഏവ ഭീഷ്മനെ തന്നെ അഭിരക്ഷന്തു രക്ഷിക്കണം. വിവർത്തനം വായിക്കാം. ഏറ്റു പറയുക.
സൈന്യവ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മ പിതാമഹന് പരിപൂർണ പിന്തുണ നൽകണം. ഭാവാർത്ഥം യസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കീ ജയ്. ഞാൻ ഭീഷ്മരെ പുകഴ്ത്തി പറഞ്ഞത് മറ്റുള്ളവരെ അവഗണിക്കുകയായി കരുതുമെന്ന് സംശയിച്ച് ദുര്യോധനൻ സ്വാഭാവികമായ നയചാതുര്യത്തോടെ സന്ദർഭാനുസൃതമായി ചുവടുമാറുന്നു. സർവോകൃഷ്ടനായ സേനാധിപൻ തന്നെയാണ് ഭീഷ്മ പിതാമഹൻ. എങ്കിലും വൃദ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രക്ഷയിൽ ഏവരും സവിശേഷം ശ്രദ്ധിക്കണം. അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കെ തക്കം നോക്കി മറ്റൊരു വശത്തു നിന്നും ശത്രുക്കൾ ആക്രമണം നടത്തിയേക്കാം. അങ്ങനെ വ്യൂഹം ഭേദിച്ചേക്കാവുന്ന മർമ്മസ്ഥാനങ്ങളിലെല്ലാം നമ്മുടെ വീരയോദ്ധാക്കൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. കുരുക്കളുടെ വിജയം ഭീഷ്മദേവനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് ദുര്യോധനന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെയും ദ്രോണാചാര്യരുടെയും പൂർണ്ണ സഹായം തനിക്കുണ്ടാവുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അർജുന പത്നിയായ ദ്രൗപദി പ്രമുഖ സൈനാധിപരെല്ലാം അടങ്ങിയ സദസ്സിൽ വച്ച് വസ്ത്രങ്ങൾ അയക്കപ്പെടാൻ നിർബന്ധിതനായപ്പോൾ തന്നോട് നീതി ചെയ്യണമെന്ന് കരഞ്ഞപേക്ഷിച്ചിട്ടും അവർ രണ്ടുപേരും ഒരക്ഷരം മിണ്ടുക ഉണ്ടായില്ലല്ലോ. ആ രണ്ടുപേർക്കും പാണ്ഡവരോട് സ്നേഹമുണ്ടെന്ന് തനിക്ക് അറിയുകയല്ല. എങ്കിലും അന്നത്തെ ചൂതുകളി പോലുള്ള സന്ദർഭങ്ങളിൽ സംഭവിച്ചത് തന്നെ ഇപ്പോഴും സംഭവിക്കും. അതായത് ആ സ്നേഹമൊക്കെ തുടച്ചു നീക്കപ്പെടും എന്നു തന്നെ ദുര്യോധനൻ പ്രതീക്ഷിച്ചു. ഓം തത്സത്. ശ്രീല പ്രഭുപാദ് കീ ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഗന ലളിത ശ്രീ വിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നി ഗൗരിതിശേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ്യ ഹിതായ ച ജഗത്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. വാഞ്ചാ കൽപതരൂപേച്ഛ കൃപാ സിന്ധുവേവ ച പതിതാനാം പാവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണ പ്രഷ്ടായ ഭൂതലേ ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുദായ കൃഷ്ണ പ്രശ്നായ ബദലി ശ്രീമദേ മഹാവിഷ്ണു ഗോസ്വാമി നാമിനെ. നമാമി മൂർധന്യ ചരണാരവിന്ദേ ശ്രീ ഭാഗവത വസ്മേത ശ്രീ പ്രചാരണേ ലോകതാരണേ ശ്രീല മഹാവിഷ്ണു ഗോസ്വാമി നാമി. ഹരേ കൃഷ്ണ. ഭക്തന്മാരുടെയും ഭഗവാന്റെയും കൃപാ കടാശം കൊണ്ട് ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാം അധ്യായം കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകമാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്നത്തെ ശ്ലോകം ഇങ്ങനെയാണ്. അയന്നേഷു ച സർവേഷു യഥാ ഭാഗ
മവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തോ ഭവന്തഃ സർവ ഏവ ഹി. അതിന്റെ അർത്ഥം ഇതാണ്: സൈന്യവ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മ പിതാമഹന് പരിപൂർണ പിന്തുണ നൽകണം എന്നുള്ള ശ്ലോകം ബേസിക്കലി പറയുന്നത് ദുര്യോധനനാണ്. യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയിൽ 4 പേരെ സംസാരിക്കുന്നുള്ളൂ. ഒന്ന് ധൃതരാഷ്ട്രർ, ഒന്ന് സഞ്ജയൻ, ഒന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഒന്ന് അർജുൻ. എന്നാൽ സഞ്ജയൻ കുരുക്ഷേത്ര കളത്തിൽ ദ്രോണാചാര്യനോട് ദുര്യോധനൻ സംസാരിക്കുന്ന വിഷയം കണ്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ദ്രോണാചാര്യനോട് അവിടെ എന്ത് നടക്കുന്നു. അപ്പൊ അവിടെ എന്താണ് നടക്കുന്നത്? ധൃതരാഷ്ട്രരോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ എന്താണ് കുരുക്ഷേത്ര കളത്തിൽ നടക്കുന്നത്? അവിടെ ദുര്യോധനൻ ദ്രോണാചാര്യന്റെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് സംസാരിക്കുക. അങ്ങനെയാണ് അവിടെ എന്ത് സംസാരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഭാഗമായി വരുന്നതാണ് ഈ 11ാമത്തെ ശ്ലോകം. അവിടെ ദുര്യോധനൻ പറയുകയാണ്, സേനാവ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ നിങ്ങളെല്ലാം നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മ പിതാമഹന് പരിപൂർണ പിന്തുണ നൽകണം എന്നാണ് പറയുന്നത്. ഓക്കെ, ശരി. ഇനി ഇതിപ്പോ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ആരോടാണ് ഇഷ്ടം കൂടുതലുള്ളത്? ഭീഷ്മ പിതാമഹനോട് ദുര്യോധനന് ഇഷ്ടം കൂടുതലുണ്ട്, അല്ലെ? അതുകൊണ്ട് പറയാണ് അദ്ദേഹം വൃദ്ധനാണ്, നിങ്ങളെല്ലാം സപ്പോർട്ട് കൊടുക്കണം. ഇങ്ങനെ പറയുന്നതിന് മുമ്പ് വരെ നേരത്തെയൊക്കെ പറഞ്ഞതിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആർക്കാണ് അദ്ദേഹം കൂടുതൽ കൊടുത്തുകൊണ്ടിരുന്നത്? ഭീഷ്മ പിതാമഹൻ. അപ്പോ സ്വാഭാവികമായിട്ട് ഒരു ലീഡർ ഒരു കൂട്ടത്തിലുള്ള ഒരാളെ കുറിച്ച് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടെയുള്ള മറ്റുള്ളവർക്ക് എന്ത് ഫീൽ ചെയ്യും? അപ്പൊ ഞാൻ പ്രധാനപ്പെട്ട വ്യക്തിയല്ല, ആരാണ്? അദ്ദേഹം മാത്രമാണ് പ്രധാനപ്പെട്ട വ്യക്തി എന്ന് തോന്നാൻ പാടില്ല, അല്ലെ? ഒരു ലീഡർ സംസാരിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കും. പല ആംഗിളിൽ നിന്നുമാണ് നോക്കേണ്ടത്. അപ്പൊ ഒരു ആംഗിളിൽ നിന്നും ഒരാള് കഴിവിനെ പ്രശംസിച്ചു ഭീഷ്മ പിതാമഹന്റെ എന്ന് വെച്ചാൽ അങ്ങനെ പ്രശംസിക്കുമ്പോൾ കൂടെയുള്ള മറ്റുള്ളവർക്ക് ഞാൻ പ്രാധാന്യം കുറഞ്ഞു പോയ വ്യക്തി എന്ന് തോന്നാൻ പാടില്ല. അത് മനസ്സിലാക്കിയ ദുര്യോധനൻ അദ്ദേഹം പ്രാധാന്യമുള്ള വ്യക്തിയാണ് എന്ന് അദ്ദേഹം മാത്രമല്ല പ്രാധാന്യമുള്ളത്, നിങ്ങളും പ്രാധാന്യമുള്ളതാണ്, നിങ്ങൾക്കും നിങ്ങളുടേതായ റോളുണ്ട്, യു ആർ യുണീക്ക് എന്നുള്ള രീതിയിൽ ചൂട് മാറ്റി സംസാരിക്കുകയാണ് ആര്? ദുര്യോധനൻ. ഇത് സ്ഥിരം ഈ ബെല്ലടിക്കുന്നുണ്ട്, അല്ലെ? ഇവിടെ ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും ദയവായി സൈലന്റ് ആക്കി വെക്കണം മൊബൈൽ, കേട്ടോ. അപ്പോ ദുര്യോധനൻ പറയുകയാണ്, എന്താ ഇനിയും അടിക്കും കേട്ടോ ആ ബെല്ല്, സൈലന്റ് ആക്കി വെക്കണം, പഠിക്കണം കേട്ടോ. അതായത് നിങ്ങളും യുണീക്കാണ്, ഒരു ഭീഷ്മ പിതാമഹനെ ഈ ലോകത്തുള്ളൂ എന്നതുപോലെ ഒരേ ഒരു ദ്രോണാചാര്യരെ ഈ ലോകത്തുള്ളൂ, അല്ലെ? എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരും യുണീക്കും പ്രധാനപ്പെട്ടവരും ആണെന്ന് ഓരോ വ്യക്തികളോടും പറയേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഒരു ലീഡറിനുണ്ട്. എങ്കിൽ മാത്രമേ ലീഡറിനെ കൂടെയുള്ള ആൾക്കാരെ കൂടെ ചേർന്ന് നിൽക്കാൻ കഴിയത്തുള്ളൂ. ടീം വർക്കുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും, അല്ലെ? ഭഗവത്ഗീത ഇതൊരു എന്താണ്? ഭഗവത്ഗീത ഒരു സൈക്കോളജിയാണ്, സൈക്കോളജിയെ കുറിച്ച് പറയുന്ന പുസ്തകമാണ്. ഭഗവത്ഗീത ഒരു സോഷ്യോളജിയാണ്, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന പുസ്തകമാണ്, അല്ലെ? അതുപോലെ സൈക്കോളജി ആയിക്കോട്ടെ, സോഷ്യോളജി ആയിക്കോട്ടെ, ഫിലോസഫി ആയിക്കോട്ടെ, സ്പിരിച്വാലിറ്റി ആയിക്കോട്ടെ, എങ്ങനെ നോക്കിയാലും ഭഗവത്ഗീതയെ പഠിച്ചാൽ ഈ വിഷയങ്ങളിലെല്ലാം നമുക്ക് അഗ്രഗണ്യനാവാൻ കഴിയും എന്നുള്ളതിന്റെ തെളിവാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. ഒരു സൈക്കോളജിയെ കുറിച്ചും സോഷ്യോളജിയെ കുറിച്ചും ടീം വർക്ക് എങ്ങനെയാണെന്നും ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും ഒരു ലീഡറിന് ഉണ്ടാകുന്ന ക്വാളിഫിക്കേഷൻ എന്താണെന്നൊക്കെ ഈ ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് പല ആംഗിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, ശരിയല്ലേ? ഇവിടെ ഇപ്പോ ദ്രോണാചാര്യന്റെ അടുത്ത് പറയുകയാണ് ഭീഷ്മ പിതാമഹൻ ശക്തനാണ്. എന്നാൽ ഭീഷ്മ പിതാമഹന്റെ നെഗറ്റീവ് പോയിന്റ് എന്താണ്? അദ്ദേഹം വൃദ്ധനാണ്, കണ്ട. അപ്പൊ ഈ ഒരു ലീഡർ എപ്പോഴും പോസിറ്റീവ് മാത്രം നോക്കരുത്, എന്തും കൂടെ നോക്കണം, നെഗറ്റീവും കൂടെ നോക്കണം. എന്നാൽ നെഗറ്റീവ് നോക്കി അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് നികത്താൻ വേണ്ടി ഉപായങ്ങൾ കണ്ടുപിടിക്കണം. അതൊരു ലീഡറിന്റെ ചുമതലയാണ്, അല്ലെ? അപ്പൊ ഒരു ടീം ലീഡർ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി ടീം മെമ്പേഴ്സിന്റെ പോസിറ്റിവിറ്റി കാണണം, അത് വിളിച്ചു പറയണം, അപ്രീഷിയേറ്റ് ചെയ്യണം, അത് പറഞ്ഞ് ഇൻസ്പയർ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിനുള്ള വീക്ക് പോയിന്റും വ്യക്തമായ ഒരു ലീഡർ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. വീക്ക് പോയിന്റ് മനസ്സിലാക്കി കളിയാക്കാൻ വേണ്ടി ആ വീക്ക് പോയിന്റ് ഉപയോഗിക്കുക അല്ല അയാളെ വീക്ക് പോയിന്റ് മനസ്സിലാക്കുന്നതിന്റെ ഉദ്ദേശം. പകരം ആ വീക്ക് പോയിന്റ് മറികടക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ സഹായിക്കുക കൂടി ചെയ്യേണ്ടതാണ്. ഇപ്പൊ ടീം ലീഡറിന് ഒരു കഴിവുണ്ട്, എന്നാൽ ടീമിലുള്ള അംഗത്തിന് ഒരു കഴിവുണ്ട്, എന്നാൽ അദ്ദേഹത്തിന് കുറെ വീക്ക് പോയിന്റ് ഉണ്ട്. ആ വീക്ക് പോയിന്റിൽ നിന്ന് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് വെളിയിൽ വരാൻ പറ്റിയില്ല എങ്കിൽ ഉടനെ തന്നെ ടീം ലീഡർ അദ്ദേഹത്തിന് അസിസ്റ്റൻസിനെ കൊടുക്കേണ്ടതാണ്. ഇദ്ദേഹത്തിന് ഇല്ലാത്ത കഴിവ് ഉള്ള ആൾക്കാരെ അദ്ദേഹത്തിന് അസിസ്റ്റന്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ്.
അപ്പൊ ആ ഒരു ഇദ്ദേഹത്തിന്റെ കുറവ് അദ്ദേഹത്തിന്റെ കൂടുതൽ കൊണ്ട് നികത്താൻ പറ്റും. ഒരാൾക്ക് ഒരു സ്കില്ലില്ല എങ്കിൽ സ്കില്ലുള്ള ഒരാളെ അസിസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കേണ്ടതാണ്. അപ്പൊ ആ കുറവ് അവിടെ നികത്തപ്പെടും. ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ആരിവിടെ ചെയ്യുന്നുണ്ട്? ദുര്യോധനൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം വൃദ്ധനാണ്. അപ്പൊ വൃദ്ധനാവുമ്പോൾ എല്ലായിടത്തും അദ്ദേഹത്തിന്റെ മൈൻഡ് ഓടി എത്തൂല. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വീക്ക് പോയിന്റ് കണ്ട് സൈഡിലൂടെ ആ വീക്ക് പോയിന്റിലൂടെ കയറി ആൾക്കാർ വരെ ഇത് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മർമ്മസ്ഥാനങ്ങളിൽ അറ്റാക്ക് വരാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും അവിടെ നിന്ന് ഇദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് കൊടുക്കണം. ശരിയല്ലേ? ഇതൊരു ടീം വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു ശ്ലോകമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഓക്കെ, അപ്പോൾ മെയിൻ ലീഡർ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ സൈഡിലൂടെ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി അവിടെ അസിസ്റ്റൻസിന് നിർത്തേണ്ടതാണ്. അവർക്ക് ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കേണ്ടതാണ്. അല്ലെ, എല്ലായിടത്തും ഒരാൾക്ക് ഓടിയെത്താൻ പറ്റുമോ? പറ്റില്ല. ഉദാഹരണത്തിന് സച്ചിൻ ടെണ്ടുൽക്കർ ഔട്ടായാൽ ഉടൻ തന്നെ നമ്മൾ പണ്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും ചെയ്യും. ഇനി എനിക്കൊന്നും കാണണ്ട, കാരണം ഇനി എല്ലാം കണക്കാ, ഇനി നോക്കിയിട്ട് കാര്യമില്ല, എല്ലാം അത്ര കൊള്ളാത്ത ആൾക്കാരാണ് എന്നുള്ളൊരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലം മാറി. IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് തുടങ്ങിയതോടുകൂടി 1000 സച്ചിൻ ടെണ്ടുൽക്കർമാരെ ഉരുവാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് നല്ല രീതിയിൽ പാടുന്ന ഒരു യേശുദാസിനെയും MG ശ്രീകുമാറിനെ മാത്രമേ നമുക്ക് അറിയാവൂ. ഇന്ന് ഐഡിയ സ്റ്റാർ സിംഗർ വന്നതോടുകൂടി അല്ലെ എന്തുമാത്രം യങ് ആൻഡ് എനർജറ്റിക് സിംഗേഴ്സിനെ നമുക്ക് കിട്ടി, അല്ലെ? നല്ലതല്ലേ? അപ്പൊ അതാണ്. അപ്പൊ ടെക്നോളജി കൂടിയായി അവസരങ്ങൾ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് പരിചയപ്പെടാനുള്ള അവസരം വന്നു. എന്നതുപോലെ ഒരിക്കലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഗായകന് പാട്ട് പാടാൻ പറ്റും, അതിന്റെ കൂടെ ഡ്രംസ് അടിക്കാൻ പറ്റുമോ? പറ്റില്ല. മൃദംഗം അടിക്കാൻ പറ്റുമോ? പറ്റില്ല. മറ്റേ ഈ ഗിത്താർ, വയലിനൊക്കെ ഒരുമിച്ച് ഇല്ല. ഒരു പാട്ടിന്റെ ചന്തം ഉണ്ടാവുന്നത് ഒരു ടീം വർക്കായി വരുമ്പോഴാണ്, എല്ലാവരും ഒരുമിച്ച് വരുമ്പോഴാണ്, അല്ലെ? അപ്പൊ ഒരേ ഗായകൻ പാട്ടും പാടി മ്യൂസിക്കും ഇട്ട് നടക്കോ? മ്യൂസിക് കമ്പോസ് ചെയ്ത് നടക്കോ? ഒരു സിനിമ ആവുന്നത് ഒരു ഡയറക്ടർ മാത്രം ഉള്ളപ്പോഴാണ്. ഒരു പ്രൊഡ്യൂസർ, ആക്ടർ, വില്ലൻ, അല്ലെ, സൈഡ് ആക്ടേഴ്സ് എല്ലാം ഒത്തു വരുമ്പോഴാണ് അതിനൊരു ചേരുവ എല്ലാം കറക്റ്റ് ചെയ്ത് വരും. അതൊരു ടീം വർക്കാണ്, അല്ലെ? ക്രിക്കറ്റില് ഒരു ബാറ്റ്സ്മാൻ നന്നായി കളിച്ചു, ബോളേഴ്സ് എല്ലാം ഫ്ലോപ്പായി, ആ മാച്ച് ജയിക്കോ? ജയിക്കില്ല. എന്നതുപോലെ ഒരു യുദ്ധത്തിന്റെ കാര്യത്തിലും ഒരേ ഒരാൾ മാത്രം നല്ല ശക്തനായത് കൊണ്ട് മാത്രം ആ യുദ്ധം ജയിക്കണമെന്നില്ല. അത് എല്ലാ ചേരുവയും ഇതേപോലെ ഒത്തു വന്നാൽ മാത്രമേ വിജയം ഉണ്ടാവത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഏതെങ്കിലും ഒരു സ്കില്ല് ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ വിജയിക്കുമോ? പല കാര്യങ്ങളും ഒത്തുവരണം എങ്കിലേ വിജയിക്കത്തുള്ളൂ. ഓക്കെ, ഒരു മനുഷ്യൻ പരിപൂർണമായി വിജയിക്കണമെങ്കിൽ അയാളുടെ സോഷ്യൽ ലൈഫ് സക്സസ്ഫുൾ ആയിരിക്കണം, അയാളുടെ ഫിനാൻഷ്യൽ ലൈഫ് സക്സസ്ഫുൾ ആയിരിക്കണം, അയാളുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയിരിക്കണം, അല്ലെ? ഹെൽത്ത് സക്സസ്ഫുൾ ആയിരിക്കണം, അല്ലെ? വേറെന്തൊക്കെയാണ് വേണ്ടത് പറയും? വേറെന്താ? ഇങ്ങനെ പല ചേരുവകൾ ഒത്തു വന്നാലേ ഒരാൾ സക്സസ് ആവാൻ പറ്റും. ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം സക്സസ് ആയാൽ അതൊരു സക്സസ് ആണോ? അല്ല, കുറച്ച് കുറവുകളുണ്ട്. അപ്പൊ ബാലൻസ്ഡ് ലൈഫാണ് എല്ലായിടത്തും വേണ്ടത്. എന്നതുപോലെ ഒരു യുദ്ധം വിജയിക്കണമെങ്കിൽ അതിനകത്തൊരു ബാലൻസ് വേണം. ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് വിജയിക്കത്തില്ല. അതാണ്. അപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ മാത്രം കളിച്ചു, സച്ചിൻ ടെണ്ടുൽക്കർ കളിക്കുന്ന മാച്ച് ജയിക്കും, ഇല്ലെങ്കിൽ ഫ്ലോപ്പ്. അങ്ങനെ എത്ര കാലം ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? അപ്പൊ എന്ത് ചെയ്തു? ഇന്ത്യ പുതിയ ആൾക്കാരെ ട്രൈ ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഒത്തണക്കം അടങ്ങിയ ഒരു നല്ല ടീം നമുക്കുണ്ട്. ഓൾറൗണ്ടേഴ്സ് ഉണ്ട്, ബോളേഴ്സ് ഉണ്ട്, നല്ല ഫീൽഡേഴ്സ് ഉണ്ട്, നല്ല കീപ്പേഴ്സ് ഉണ്ട്, നല്ല ബാറ്റ്സ്മെനും ഉണ്ട്. ഇതെല്ലാം കൂടെ ഒത്തുവന്നപ്പോൾ അതൊരു സക്സസ്ഫുൾ ടീമായി മാറി. എന്നതുപോലെ ഇവിടെ ഒരു സംശയവുമില്ല, ഭീഷ്മദേവൻ അതിശക്തനാണ്. പക്ഷെ ഒരു ഭീഷ്മദേവനെ മാത്രം വെച്ച് ഒരു യുദ്ധം ജയിക്കാൻ പറ്റില്ല. ആ ഭീഷ്മദേവന് നമ്മളെല്ലാം ഒരുമിച്ച് സപ്പോർട്ടും കൂടെ കൊടുത്താലേ അത് വിജയിക്കും. അതുകൊണ്ട് ഭീഷ്മദേവൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മറ്റുള്ള ഓരോ പടയാളികൾ. അവരെല്ലാം മർമ്മസ്ഥാനത്തിലാണ് നിങ്ങൾ നിർത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ മർമ്മസ്ഥാനത്തിൽ നിങ്ങളല്ലാതെ വേറെ അല്ല സ്ഥാനം. നിങ്ങളാണ് ആ മർമ്മസ്ഥാനങ്ങളിൽ നിൽക്കേണ്ടത്. അപ്പൊ നിങ്ങൾ പ്രാധാന്യമുള്ളവരാണ്. അതുകൊണ്ടാണ് നിങ്ങളെ മർമ്മസ്ഥാനങ്ങളിൽ നിർത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഇത് ആര് പറഞ്ഞു കൊടുക്കുകയാണ്? അപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ദ്രോണജൻ, എനിക്ക് എന്റേതായ റോളുണ്ട്, ഞാനും പ്രധാനപ്പെട്ട ആളാണ് എന്നുള്ളൊരു ഫീലിംഗ് അദ്ദേഹത്തിന് ഉണ്ടാവും. ഇതൊരു ലീഡറിന്റെ ജോലിയാണ്. ലീഡർ ഒരിക്കലും 1-2 ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്ത് സപ്പോർട്ട് കൊടുക്കാൻ പാടില്ല. ലീഡർ എപ്പോഴും എന്തായിരിക്കണം? എല്ലാവരെയും സപ്പോർട്ട് കൊടുക്കണം. ഞാനിപ്പോ ഇവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഒരാളെ നോക്കി മാത്രം ക്ലാസ് എടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്തായിരിക്കും ഫീലിംഗ്? അല്ലെ? ഒരു സ്പീക്കർ എപ്പോഴും എല്ലാവരുടെ മുഖത്തും നോക്കണം എന്നാണ് കേട്ടോ. ഇല്ലെങ്കിൽ അത് തെറ്റായ ഒരു മെസ്സേജ് ആയിരിക്കും ടീമിന് പാസ് ചെയ്യുന്നത്. അപ്പൊ എന്നതുപോലെ ഒരു ലീഡർ ഒരാളെ മാത്രം നോക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മറ്റുള്ള ടീമെല്ലാം ഡിസ്കറേജ്ഡ് ആവും, സ്വാഭാവികമാണ്. അപ്പൊ ഇതാണ് ഒരു വിഷയം. ഇവിടെ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ദുര്യോധനൻ വളരെ വ്യക്തമായി ഓരോരുത്തരുടെയും പ്രാധാന്യം ഇവിടെ വർണ്ണിക്കുകയാണ്.
അപ്പൊ നല്ല കാര്യം. ഈ ലോകത്തില് ഇതിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്തെന്ന് വെച്ചാല്, ഈ ലോകത്തിൽ ആൾക്കാര് എല്ലാവരും ഈ ലോകത്ത് എന്ത് എഴുതി ചേർക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഇതൊരു സൈക്കോളജിയാണ് കേട്ടോ. ഈ ലോകത്തിൽ മനുഷ്യർ ജനിച്ചു ജീവിച്ചു മരിക്കും. എല്ലാവർക്കും അറിയാൻ മരിക്കും. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് അവർ ഈ ലോകത്ത് ഞാനും ഇവിടെ ജീവിച്ചിരുന്നു എന്ന് കാണിക്കാൻ എന്തെങ്കിലും ഒന്ന് എഴുതി ചേർക്കണമെന്ന് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു 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 മരം പുഷ്പിക്കാനും കായ്ക്കാനും കാരണം തന്നെ അതാണ്. കാരണം ഞാൻ നാളെ മരിച്ചു പോകും. അപ്പൊ ഞാനിവിടെ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി എന്ത് വേണം? എന്തെങ്കിലും ഒരു സംഭാവന ഈ ലോകത്ത് ചെയ്യണം. ഞാൻ പോയാലും ആ സംഭാവന ഇവിടെ നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രത്യുൽപാദനം. അടുത്ത എന്റെ ഒരു തലമുറയെ ഇവിടെ സൃഷ്ടിച്ചിട്ട് വേണം ഞാൻ മരിക്കാൻ. അപ്പൊ എനിക്കൊരു മകൻ വേണം, എനിക്കൊരു മകൾ വേണം എന്നുള്ളത് കാരണം എന്താ? ഞാൻ പോയാലും എന്റെ അടയാളപ്പെടുത്തലുകൾ ഇവിടെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കണം. ഈ ടെക്നിക്ക് മനുഷ്യരിൽ മാത്രം, എല്ലാ ജീവികളിലും. അതുകൊണ്ടാണ് അടുത്ത തലമുറയോട് ആൾക്കാർ ഇത്രയും സ്നേഹം കാണിക്കുന്നത്. ഞാൻ പോയാൽ എന്റേത് ഇവിടെ ഉണ്ടാവണം എന്നുള്ളത്. അതേപോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ നമ്മുടെ അടുത്ത തലമുറ പോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്റെ ഫെയിം. ഫെയിം എന്ന് പറഞ്ഞാൽ എന്താ? പ്രശസ്തി. നമ്മൾ പോയാലും നമ്മുടെ പ്രശസ്തി ഇവിടെ എല്ലാം ഉണ്ടായിരിക്കും. ഇത് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? ഇത് എല്ലാ ആണും പെണ്ണും കൊച്ചും വലുതും, വലിയ ആൾക്കാർ, ചെറിയ ആൾക്കാർ, പാവപ്പെട്ടവർ, പണക്കാർ, എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യം ഉണ്ടായില്ലേ? ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മരിച്ചാലും ഇവിടെ നിലനിർത്തുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് പലരും എന്ത് ചെയ്യുന്നത്? ചാരിറ്റി ചെയ്യുന്നത്. ആൾക്കാര് ക്ഷേത്രത്തിൽ എന്തെങ്കിലും സംഭാവന ചെയ്തിട്ട് അതിന്റെ താഴെ എന്തെങ്കിലും ചോദിക്കും, സംഭാവന ചെയ്തത് ഇന്നാരെന്ന് പറഞ്ഞ ആളുടെ പേരും കൂടെ അടിച്ചിട്ടേക്കും അല്ലെ? ശരിയല്ലേ? ക്ഷേത്രത്തില് ടൈൽസ് ഒക്കെ സംഭാവന ചെയ്യുമ്പോൾ ആ ടൈൽസിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് ഡൊണേറ്റഡ് ബൈ ഇന്നാര് അല്ലെ? എഴുതാത്തവരുണ്ടില്ല. പിന്നെ അനാഥ ആശ്രമത്തില് ഒരു റൂം സ്പോൺസറിങ്, റൂമിന്റെ ഫ്രണ്ടില് ഒരു ഇതിൽ എഴുതി വെച്ചേക്കും. എന്താ ഈ റൂം ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നാര് എന്ന് എഴുതി പിടിച്ചു അല്ലെ? ഇത് മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു ടെൻഡൻസിയാണ്. ഞാൻ മരിച്ചാലും എന്റെ അടയാളപ്പെടുത്തലുകൾ ഈ ഭൂമുഖത്ത് അവശേഷിക്കണം എന്ന് പറയും. ഈ ഒരു കാര്യം നമ്മൾ ഈ ലോകത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ആൾക്കാരുടെ ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരാളോട് പെരുമാറിയാൽ അയാൾ നമ്മുടെ സുഹൃത്തായിരിക്കും. ഈ ഒരു കാര്യം സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരാൾ നമ്മൾ അനുവദിച്ചില്ല എങ്കിൽ അയാൾ നമ്മുടെ ശത്രുവായിരിക്കും. സത്യമാണ് കേട്ടോ. ഈ ടെക്നിക്ക് നമ്മൾ ശരിക്കും മനസ്സിലാക്കി നമ്മൾ ഒരാളോട് ഇടപെട്ട് നോക്കിക്കേ, ഇവരെല്ലാം നമ്മളടുത്ത് ഫ്രണ്ട്സായി. കേൾക്കുന്നുണ്ടോ? അതിന് നമുക്ക് ഇത് എങ്ങനെയാണ് വിനിയോഗിക്കാൻ ചോദിച്ചാൽ, ഇതൊക്കെയാണ് പവർഫുൾ ആയിട്ടുള്ള ലീഡർമാര് മനസ്സിലാക്കിയായിരിക്കും ഒരാളെ കയ്യിലെടുക്കും. ആൾക്കാര് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് എന്ത് വേണം എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഫ്രണ്ടാണ്. അവർക്ക് എന്താണോ വേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മൾ അവരുടെ ശത്രുവാണ്. ഇത്രയേ ഉള്ളൂ ടെക്നിക്ക്, വേറെ ഒന്നുമില്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല്, ഒരു പുസ്തകം, ഇതൊക്കെ ഭൗതികതയിലൊക്കെ ഉള്ള വിഷയങ്ങളാണ്. ഇന്നത്തെ ഈ ലോകത്ത് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഈ പുസ്തകത്തില് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ പറയും. ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നുള്ളൊരു പുസ്തകം ഡോയൽ കാർണഗി എന്നുള്ളൊരു വലിയ മനുഷ്യൻ, ഒരു വിദേശിയാണ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് സൈക്കോളജി, ഒരാൾക്ക് എങ്ങനെ ഫ്രണ്ട്സിന്റെ എണ്ണം കൂട്ടാം, ഉള്ള ഫ്രണ്ട്സിനെ നമുക്ക് അനുകൂലമായി അവരെയും കൂടെ ഫ്രണ്ട്സ് ആയിട്ട് കൂടുതൽ ശക്തമായി എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് വളരെ സൂപ്പറായിട്ട് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഇൻഫ്ലുവൻസ് പീപ്പിൾ ഡോയൽ കാർണഗി എന്നുള്ള ഒരു വിദേശി എഴുതിയ പുസ്തകമാണ്. ഡോയൽ കാർണഗി. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ സൈക്കോളജിക്കൽ അപ്രോച്ച് കംപ്ലീറ്റ് ഫലത്തിൽ ഭഗവത്ഗീതയിലുള്ള അപ്രോച്ചുകളാണ്. പക്ഷെ ഭഗവത്ഗീത ഭാഗം വായിക്കാത്ത ഒരു വ്യക്തി ഈ പുസ്തകം വായിക്കുമ്പോൾ ഇത് ആരുടെ അഭിപ്രായമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും? ഡോയൽ കാർണഗിയുടെ അഭിപ്രായമായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ കഴിഞ്ഞ 11 ശ്ലോകം നമ്മൾ പഠിച്ചു അല്ലെ? 10ാമത്തെ ശ്ലോകം കഴിഞ്ഞ ആഴ്ച വരെ ചർച്ച ചെയ്തു. ഇതിനകത്ത് കംപ്ലീറ്റ് ഒരു മനുഷ്യന്റെ മെന്റാലിറ്റിയെ കുറിച്ചല്ലേ നമ്മൾ സംസാരിച്ചത് കൂടുതലും. ദുര്യോധന മനോഭാവം, ധൃതരാഷ്ട്ര മനോഭാവം എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഈ ഒരു മനോഭാവത്തിനെ കുറിച്ചുള്ള ചർച്ച എന്ന് പറയുമ്പോൾ ഒരു സൈക്കോളജിക്കൽ സ്റ്റഡി അല്ലേ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി. അതേപോലെ സമൂഹത്തിൽ ഇടപെടുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഇവരുമായിട്ട് എങ്ങനെ ഇടപെടണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ഭഗവത്ഗീതയിലുള്ള വിഷയമല്ലേ? കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണം എന്ന് പറയുമ്പോൾ ഈ സൈന്യം പല ടൈപ്പ് ആൾക്കാരാണ്. ഈ ആൾക്കാര് എങ്ങനെയാണ് ദുര്യോധനൻ സ്വന്തം കൈവശം നിർത്തിയത്? സൈക്കോളജിക്കൽ അപ്രോച്ച് അല്ലേ? പാണ്ഡവരുടെ വശത്ത് കുറെ പേര് പോയി,
എന്നാൽ ഓപ്പോസിറ്റ് പാർട്ടിയുടെ എണ്ണം കൂടുതലാണ്. അവരെല്ലാം എന്താണ്, അധർമ്മത്തിന്റെ കൂടെ നിൽക്കുന്നവരാണ്. എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ടീമിനെ ദുര്യോധനെ കൂടെ നിർത്താൻ കഴിഞ്ഞു? ഇതൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് അല്ലേ? ഇതെല്ലാം ഇത്രയും വിശാലമായിട്ട് നമ്മുടെ ഭാരതീയ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് ഇറങ്ങിച്ചെന്നുള്ള ഒരു ചർച്ച, ഒരു ക്ലാസ് നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ശരിയായ ഗുരു മനസ്സിലാക്കുകയും ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ഈ ലോകത്തിലുള്ള സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞ് ഇറങ്ങിക്കുന്ന സകലമാന പുസ്തകവും കടമെടുത്തിരിക്കുന്നത് ഈ ഭഗവത്ഗീത ഭാഗത്തുള്ള ഈ ടെക്നോളജിയാണ്. മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതും ഇതൊക്കെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയോട് കൂടി പഠിച്ചു നോക്കണം. അപ്പൊ അറിയാം. അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഭാരതീയ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ശരിയായ വണ്ണം ചെറുപ്പകാലത്തിൽ നമ്മൾ പഠിച്ചു വരുന്ന വ്യക്തിക്ക് ഇതെല്ലാം പഠിച്ചാൽ പകർത്തണം എന്നുള്ളൊരു അധ്യായമുണ്ടല്ലോ, അത് എളുപ്പത്തിൽ സാധിക്കുന്നത് കൊണ്ട് ജീവിത വിജയത്തിൽ അദ്ദേഹത്തിന് മറ്റുള്ള ആൾക്കാരെക്കാൾ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ ഗുണം. ദുർഗാദാസ് സാർ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? ദുർഗാദാസ് സാർ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ആശ എന്നെയും കൂടെ ഒന്ന് ഹോസ്റ്റ് ആക്കാമോ? എന്നെയും കൂടെ ഒന്ന് ഹോസ്റ്റ് ആക്കാമോ? കോ ഹോസ്റ്റ് ആക്കാമോ? ഐശ്വര്യ. അപ്പോ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. ശരി, ഇനി അടുത്തത്, ഞാന് സേനാ വ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ നിന്ന് ഭീഷ്മപിതാവിനെ പൂർണ്ണ പിന്തുണ നൽകണം എന്ന് പറയുന്നതോടുകൂടി നിങ്ങളെല്ലാം യുണീക്കാണ്, നിങ്ങളെല്ലാം പ്രധാനപ്പെട്ടവരാണെന്നുള്ള മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്ത് പർപ്പട്ടിൽ വായിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നത് എന്താണ്? ഭീഷ്മദേവനും ദ്രോണാചാര്യരും യഥാർത്ഥത്തിൽ ഹൃദയം കൊണ്ട് ആരുടെ കൂടെയാണ്? പാണ്ഡവരുടെ കൂടെയാണെന്ന് പറയുന്നു. ആർക്കും അത് നന്നായി അറിയാം. അവരുടെ ടീം ലീഡറായ ദുര്യോധനൻ നന്നായി അറിയാം. ആലോചിച്ച് നോക്കണം. ഹൃദയം കൊണ്ട് വേറെ ഓപ്പോസിറ്റ് പാർട്ടി ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ സ്വന്തം ടീമിൽ ചേർത്ത് അവർക്കെതിരെ യുദ്ധം ചെയ്യിപ്പിക്കുന്ന ടെക്നിക്ക് ആർക്കറിയാം? ആലോചിച്ച് നോക്കണം. അത് ചെറിയ കാര്യമാണോ? മനസ്സിലായ? അപ്പൊ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം, അപ്പൊ അവർ തമ്മിലാണ് ഒരുമിച്ച് നാച്ചുറലായിട്ട് നിൽക്കേണ്ടത്. എന്നാൽ ദുര്യോധനൻ തന്ത്രം ഉപയോഗിച്ച് അവരെ അടർത്തി മാറ്റി സ്വന്തം ടീമിൽ ചേർത്ത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരാണോ അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ആ കഴിവൊന്ന് നമ്മൾ സമ്മതിച്ചില്ലേ പറ്റും, അപ്രീഷിയേറ്റ് ചെയ്തില്ലേ പറ്റും അല്ല? എന്തായിക്കോട്ടെ. അതേപോലെ സാധാരണഗതിയിൽ ഗുരുക്കന്മാര് പറഞ്ഞാൽ ആര് അനുസരിക്കും? ശിഷ്യന്മാരനുസരിക്കും. ഒന്ന്. രണ്ട്, മുതിർന്നവർ പറഞ്ഞാൽ ചെറുപ്പക്കാരനുസരിക്കും. ഇവിടെ ഈ രണ്ടും തലകുത്തനെയാണ് ദുര്യോധനൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുതിർന്നവരുടെ കണക്ക് നോക്കുമ്പോൾ ഭീഷ്മദേവൻ ഏറ്റവും മുതിർന്ന ആളാണ്. എന്നാൽ ഭീഷ്മദേവൻ എത്രയോ പ്രാവശ്യം ദുര്യോധനോട് പറഞ്ഞിട്ടുണ്ട്, അതല്ല ശരി, ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം ആറ് പറയുന്നതാണ് ശരിയായിട്ട് വന്നിരിക്കുന്നത്? ദുര്യോധനൻ പറയാൻ ശരി. അപ്പോൾ ഭീഷ്മദേവൻ പറയുന്നത് ദുര്യോധനാണോ അനുസരിക്കുന്നത്? ദുര്യോധനൻ പറയുന്നതാണോ ഇപ്പൊ ഭീഷ്മദേവൻ അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ സ്വന്തം ടീമിലെ വർക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ കണ്ടാ കളി മാറിയതുണ്ടാ. അപ്പൊ മുതിർന്നവർ പറയുമ്പോൾ ജൂനിയർ അനുസരിക്കണം. ഇവിടെ ജൂനിയർ പറയുമ്പോഴാണ് സീനിയർ അനുസരിക്കുക എന്ന് കാണപ്പെടുന്നത് ദുര്യോധനന്റെ വിജയം. ഒന്ന്. രണ്ട്, ഒരു ഗുരു പറഞ്ഞാൽ ശിഷ്യൻ അനുസരിക്കണം. ഇവിടെ നടക്കുന്ന എന്താ? ശിഷ്യൻ പറയുന്നതാണ് ഗുരു അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്. ശിഷ്യൻ ആരാണ്? ദുര്യോധനൻ. ആർക്കാണ് നിർദ്ദേശം കൊടുക്കുന്നത്? ദ്രോണാചാര്യ. എല്ലാം തലകുത്തനെ. കണ്ട, ഇതാണ് വിനാശകാലെ വിപരീത ബുദ്ധി. ദുര്യോധനൻ മനോഭാവം ആർക്കാണോ ഉള്ളത് അവരെല്ലാം ആര് പോലെ പ്രവർത്തിക്കും? ദുര്യോധനെ പോലെ പ്രവർത്തിക്കും. അവര് പറഞ്ഞാൽ, ഗുരുക്കന്മാര് പറഞ്ഞാൽ ശിഷ്യന്മാർ അനുസരിക്കുക എന്നുള്ളത് മാറി ശിഷ്യന്മാര് പറഞ്ഞ് ഗുരുവിനെ കൊണ്ട് അനുസരിപ്പിക്കുന്ന പണി നമ്മൾ തുടങ്ങും. ഇത് ദുര്യോധന മനോഭാവമാണ്. സീനിയേഴ്സ് പറഞ്ഞ് ജൂനിയേഴ്സ് അനുസരിക്കണം എന്നുള്ള കാലത്ത് ദുര്യോധന മനോഭാവം അവിടെ വന്നു കഴിഞ്ഞാൽ എന്താവും? ജൂനിയേഴ്സ് പറഞ്ഞ് സീനിയേഴ്സ് അനുസരിക്കണം. ഇവിടെ വ്യക്തമായി അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ കാലത്ത് പറയേണ്ട ആവശ്യമുണ്ട്? എല്ലാം തലകുത്തനെയാണ് നടക്കുന്നത്. വിനാശകാലെ വിപരീത ബുദ്ധി. അതാ. ഇനി അടുത്തത്, എന്തുകൊണ്ടാണ് ദ്രോണാചാര്യനും ഭീഷ്മദേവനും സ്വന്തം തലച്ചോറ് വർക്ക് ചെയ്യാതെ ആയിപ്പോയി? ഇതാണ് ചോദ്യം. ഓക്കെ, അതിലേക്ക് ചർച്ച വരാം കേട്ടോ. ഇപ്പൊ ധീരനാണ്, വീരനാണ്, പരാക്രമിയാണ് ആര്? ഭീഷ്മദേവൻ. സമ്മതിച്ചു. അതിശക്തനായ ഒരു വില്ലാള് വീരൻ തന്നെയാണ് ദ്രോണാചാര്യൻ. സമ്മതിച്ചു. നല്ല ശക്തനായ ആരാണ്? അതിശക്തനായ ഒരു അസ്ത്രവിദ്യയിലെ നൈപുണ്യമുള്ള ആള് തന്നെയാണ് ദ്രോണാചാര്യൻ. ബോധത്തോടെ അത് ഇരിക്കുകയാണെങ്കിൽ ആർക്കും അദ്ദേഹത്തിന് വെല്ലാൻ പറ്റത്തില്ല, അത്ര ശക്തനാണ്. എന്നാൽ ഇവിടെ അദ്ദേഹം റിമോട്ട് കൺട്രോൾ ആരുടെ കയ്യിലാണുള്ളത്? അദ്ദേഹത്തിന്റെയൊക്കെ റിമോട്ട് കൺട്രോൾ ദുര്യോധനന്റെ കയ്യിലാണ്. ഇത്രയും അതിശക്തരായ ആൾക്കാർ എന്തുകൊണ്ടാണ് ദുര്യോധനന്റെ കളിപ്പാവകളായി മാറിപ്പോയത്? എന്തുകൊണ്ടാണ് ദുര്യോധനന്റെ കയ്യിലുള്ള റിമോട്ട് കൺട്രോൾ ദുര്യോധന തട്ടിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡോളായി മാറിയത്? എന്തുകൊണ്ട്? അത് ഒരു സൈക്കോളജിക്കൽ, അതിനകത്തൊരു രഹസ്യം. ഓക്കെ, നമുക്ക് ഈ ലോകത്തുള്ള ആരെ വേണമെങ്കിലും നമ്മുടെ വരച്ച വരയിൽ കൊണ്ടുവരാം.
അതിന് എന്ത് ചെയ്യണം പറയും. ഇതറിഞ്ഞാൽ ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് പറയും. അറിയണമെന്ന് ആഗ്രഹമില്ലേ? അറിഞ്ഞു നോക്കണം. ഇത്രയും ശക്തന്മാരായ ആൾക്കാര് ദുര്യോധനന്റെ കയ്യിലുള്ള റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന ഡോളാക്കി ദുര്യോധനെ മാറ്റിയിരിക്കുന്നത്. എന്താണ് അതിന്റെ ടെക്നിക്ക്? അതറിഞ്ഞാൽ നമുക്കും പല ശക്തന്മാരെയും നമ്മുടെ ടീമിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ്? സ്നേഹമാണോ? ഒരിക്കലുമല്ല. അല്ല, പറയൂ. അതാണ്, കേട്ടോളൂ. ഈ ലോകത്തില് എത്ര കഴിവുള്ള ആളായാലും അന്നദോഷം, സ്പർശദോഷം, സംഘദോഷത്തിൽ പെട്ടുപോയാൽ അവരുടെ കഴിവ് എത്ര തന്നെ നല്ല കഴിവായാലും വർക്കാവൂല. അന്നദോഷം, സംഘദോഷം, സ്പർശദോഷം. പറയൂ. അന്നദോഷം, സംഘദോഷം, സ്പർശദോഷം. ഈ മൂന്നില് ആരാണോ, എത്ര നല്ല ആൾക്കാർ വന്നാലും ഈ മൂന്ന് ദോഷത്തിൽ പെട്ടുപോയാൽ അവരുടെ ശരിയായ ബുദ്ധി വർക്ക് ചെയ്യൂല, ശരിയായ കഴിവ് വെളിയിലെടുക്കാൻ പറ്റൂല. മനസ്സിലായോ? ഇതാണ് അതിനകത്തുള്ള ആൻസർ. ഇവിടെ അന്നദോഷം, സ്പർശദോഷം, സംഘദോഷം ഇവ അതിശക്തനായ ഭീഷ്മദേവൻ ഉണ്ടായപ്പോൾ ഭീഷ്മദേവന്റെ തലച്ചോറ് നേരാവണ്ണം വർക്ക് ചെയ്യാതെയായി. അതേപോലെ തന്നെ ദ്രോണാചാര്യന്റെ അതിശക്തമായ കഴിവുകളും ബുദ്ധി അതൊക്കെ ഉണ്ടെങ്കിലും വിഷയത്തിലേക്ക് വന്നപ്പോൾ ദ്രോണാചാര്യന്റെ ബുദ്ധിയും നേരത്തെ വർക്ക് ചെയ്യാതെയായി. കേൾക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കഥ പറയാം. എന്താണ് അന്നദോഷം, സ്പർശദോഷം, സംഘദോഷത്തിന്റെ ശക്തി എന്ന് പറയാൻ ഒരു കഥ പറയാം. അത് ഞാൻ പറയാം. പർപ്പട്ടില് അതിനെക്കുറിച്ച് ക്ലൂ തന്നിരിക്കുന്നത് കൊണ്ട് അതിന്റെ കഥയും കൂടെ പറഞ്ഞു വേണം ഈ ശ്ലോകം എടുക്കാൻ. അതായത് മഹാഭാരത യുദ്ധം ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ദുര്യോധനൻ മരണമടഞ്ഞു. ഇപ്പൊ ആരാണ് ജീവിച്ചിരിക്കുന്നത്? ഭീഷ്മദേവൻ സരശയിൽ കിടക്കുന്നു. ഓക്കെ, ഈ ശരശയിൽ കിടക്കുന്ന ഭീഷ്മദേവൻ കാണാൻ വേണ്ടി പാണ്ഡവർ വരികയാണ്. അപ്പോ കൃഷ്ണനും ഭീഷ്മദേവനും പറഞ്ഞിട്ടുണ്ട്, യുദ്ധം കഴിഞ്ഞിട്ട് നിങ്ങൾ സർവ അലങ്കാര ഭൂഷിതനായി എന്റെ ഫ്രണ്ടിൽ വരണമെന്ന്. ആര് പറയും? ഭീഷ്മദേവന്റെ ഒരു ആഗ്രഹമാണ്. കാരണം എന്താ? യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവർ ഇവരാണ്. അപ്പൊ ഇവര് ഇത്രയും കാലം മരവുരിയൊക്കെയാണ് ധരിച്ചിരുന്നത്. അപ്പൊ സർവ അലങ്കാര രാജാവിന്റെ വേഷമണിഞ്ഞ് നിങ്ങളെ കാണണമെന്ന് ആർക്ക് ആഗ്രഹം? ഭീഷ്മദേവന് ആഗ്രഹം. അങ്ങനെ ഭീഷ്മദേവന് ദർശനം എടുക്കാൻ വേണ്ടി പഞ്ചപാണ്ഡവര് സർവ ആഭരണ ഭൂഷിതരായി അടുത്ത് വരികയാണ്. അപ്പൊ അങ്ങനെ അടുത്ത് വന്നപ്പോ സ്റ്റോപ്പ് ചെയ്ത് വെക്കൂ പ്ലീസ്. അടുത്ത് വന്നപ്പോ ഭീഷ്മദേവനോട് യുധിഷ്ഠിര മഹാരാജാവ് പറയുകയാണ്, ഞാൻ ഒരുപാട് പാപം ചെയ്തു, ഒരുപാട് ആൾക്കാര് ഞാൻ കൊന്നു. എന്തിനു വേണ്ടി? എനിക്ക് രാജ്യസിംഹാസനം കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ്ഡ് ആണ് എന്ന് പറയും. അത് കൃഷ്ണനോട് സംസാരിക്കുമ്പോഴും കൃഷ്ണൻ സമാധാനപ്പെടുത്താൻ നോക്കുമ്പോഴൊന്നും ഇദ്ദേഹം സാറ്റിസ്ഫൈഡ് ആവുന്നില്ല യുധിഷ്ഠിരൻ. അപ്പൊ പറയും, സാരമില്ല, നിനക്ക് അതിന് രാജതന്ത്രം പറഞ്ഞു തരാൻ ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ആരാണത്? അത് ദ ഗ്രേറ്റ് ഭീഷ്മാചാര്യ. അപ്പൊ ഈ ഒരു വിഷമം ആര് നിങ്ങൾക്ക് തീർത്തു തരും? ഭീഷ്മാചാര്യർ തീർത്തു തരും. അപ്പൊ ഭീഷ്മാചാര്യന്റെ അടുത്ത് വന്നിട്ട് യുധിഷ്ഠിര മഹാരാജാവ് എങ്ങനെ രാജ്യം ഭരിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഏത് ബെഡിലാണ് കിടക്കുന്നത്? സരശയിലാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ കിടക്കുന്ന ആ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ലോകത്തിലുള്ള രാജതന്ത്രം, രാജനീതി, ഒരു ഉത്തമ പുരുഷന്റെ ഉത്തരവാദിത്യങ്ങൾ, ഒരു ഉത്തമ പൗരന്റെ ഉത്തരവാദിത്യങ്ങൾ എല്ലാം ആര് പറഞ്ഞു കൊടുക്കും? ഭീഷ്മാചാര്യര് യുധിഷ്ഠിര മഹാരാജാന് പറഞ്ഞു കൊടുക്കും. ഇത് ഇത്രയും കേട്ടോണ്ടിരിക്കുമ്പോ തൊട്ടടുത്ത് ആരുണ്ട്? ദ്രൗപദിയുണ്ട്. ദ്രൗപദി പറയും, ഇത്രയും തത്വശാസ്ത്രം അങ്ങ് പറയുന്നുവല്ലോ, ഇത്രയും തത്വശാസ്ത്രം അങ്ങ് പറയുന്നുവല്ലോ, ഇത്രയും തത്വശാസ്ത്രവും ഞാനും ഒക്കെ ഉള്ള അങ്ങ് ഇത്രയും വലിയൊരു വേദിയില് ഒരു സ്ത്രീയായ എന്നെ വിവസ്ത്രയാക്കാൻ ശ്രമിച്ചപ്പോ താങ്കളുടെ നാക്ക് എവിടെ പോയി? ഇത്രയും തത്വശാസ്ത്രം അറിയാവുന്ന ആള് അന്ന് ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. ശരിയെന്ന് തെറ്റെന്ന് പറയാൻ ആംബിയറുള്ള വ്യക്തി, അറിയാവുന്ന വ്യക്തിയല്ലേ, എന്തുകൊണ്ട് അന്ന് അങ്ങ് ഒരക്ഷരം മിണ്ടിയില്ല എന്ന് പറയുമ്പോഴാണ് പറയുന്നത്, ഈ ലോകത്തില് എത്ര കഴിവും ബുദ്ധിയും ഒക്കെ ഉണ്ടെങ്കിലും ദ്രൗപദി, നീ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എനിക്കറിയാം, അതിന്റെ ആൻസർ ഇതാ കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. എത്ര കഴിവുള്ള വ്യക്തിയും എത്ര നല്ല വ്യക്തിയും ഒക്കെ ആണെങ്കിലും അയാൾക്ക് എപ്പോഴാണോ അന്നദോഷം, സ്പർശദോഷം, സംഘദോഷം ഉണ്ടാവുന്നത്, അപ്പൊ അയാളുടെ കഴിവ് ഒന്നും പുറത്തു കൊണ്ടുവരാൻ അയാൾക്ക് പറ്റില്ല.
ഒരു മന്ദത ഭാവിച്ചു പോയി. മന്ദത ബാധിച്ചു. കഴിവുണ്ടെങ്കിലും ഒന്നും എടുത്ത് പ്രയോഗിക്കാൻ പറ്റൂല. കഴിവുണ്ട്, പക്ഷെ പ്രയോജനപ്പെടുത്തണം. ചില കുട്ടികൾ നന്നായി പഠിക്കും, ചില സമയത്ത് ആ കഴിവൊന്നും അവർക്ക് പുറത്തെടുക്കാൻ പറ്റാതായിരിക്കും, അല്ലെ? അതെന്തെന്ന് അന്വേഷിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ദോഷങ്ങൾ അവരെ ബാധിച്ചിട്ടുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷങ്ങളാണ് അന്നദോഷം, സ്പർശദോഷം, സംഘദോഷം. നമുക്കും എന്തെല്ലാം കഴിവുകളുണ്ടെങ്കിലും ആ കഴിവ് ശരിയായ വണ്ണം പ്രയോഗിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അന്നദോഷത്തിൽ നിന്നും, സംഘദോഷത്തിൽ നിന്നും, ദോഷത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ്. എന്താണ് അന്നദോഷം? പറയാം. അന്നദോഷം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന അന്നം ആര് തരുന്നു, ആര് വിളമ്പി തരുന്നു, ആര് പാചകം ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമ്മ ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ച് ഒരു പിള്ളേർക്കും അസുഖം വരില്ല. വരുമോ? വരും. നല്ലവണ്ണം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും. ഭാര്യ ചോദിക്കും, ഞാൻ ഉണ്ടാക്കുന്നതാണോ നല്ല ടേസ്റ്റ്, അമ്മ ഉണ്ടാക്കുന്നതാണോ? അപ്പൊ ഈ ലോകത്തില് എല്ലാ ഭർത്താക്കന്മാരും ഒരു കള്ളം പറയും. എന്താ? ഭാര്യ ആണെന്ന് പറയും, അല്ലേ? അത് വലിയ കള്ളമാണെന്ന് ആർക്കും അറിയാം? ഭർത്താവിനും അറിയാം, ഭാര്യയ്ക്കും അറിയാം. എന്നാൽ അത് കേൾക്കുമ്പോൾ ഭാര്യയ്ക്ക് ഒരു സുഖമുള്ളതുകൊണ്ട് ഭർത്താവ് വീണ്ടും വീണ്ടും ആ തെറ്റ് കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലേ? പക്ഷേ അതേ ഭാര്യ മക്കൾക്കുണ്ടാക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നെയ്യൊഴിച്ച് അത് കുറച്ചുകൂടി ഒരു പരുവൊക്കെ വരുത്തി അത് മോൾക്കെന്ന് അല്ലെങ്കിൽ മോനെന്ന് പറയും. ഇവിടെ ഭർത്താവ് എടുത്ത് അത് തൊടാൻ പോകുമ്പോ വിട്, അത് മോൾക്കുണ്ടാക്കിയതാണെന്ന് പറയും. എന്താ കാര്യം? എന്താ? അതിനകത്ത് എന്തോ ഒന്ന് എക്സ്ട്രാ ഉണ്ട്. ഇതേ ഭാര്യയാണ്, ഭർത്താവിന് ചോറൊക്കെ വച്ച് വിളമ്പുന്നുണ്ട്. എന്നാ മോൾക്ക് അല്ലെങ്കിൽ മോൻ എന്ന് പറഞ്ഞ ഉണ്ടാക്കുന്നതിൽ എന്തോ സ്പെഷ്യലായിട്ട് ചേർത്തിരിക്കുന്നുണ്ട്. അതെടുത്ത് ഭർത്താവ് കഴിക്കാൻ വരുമ്പോൾ ഇല്ല, അത് മോൾക്കുള്ളതാണെന്ന് പറഞ്ഞ തൊടാൻ ഇതേ ഭാര്യ സമ്മതിക്കുന്നില്ല. കാരണം എന്ത്? അവിടെ ആ ഭാര്യയുടെ റോൾ അമ്മ എന്നാണ്. അപ്പൊ അതിനകത്ത് വേറെ എന്തോ കൂടെ ഉണ്ട്, അല്ലെ? കുറച്ചുകൂടെ എന്റെ വൈഫ് ആഹാരം ഉണ്ടാക്കി വെച്ചു, ഞാൻ തട്ടുമാറി കഴിച്ചപ്പോ അത് മോൾക്കുള്ള, അത് എടുക്കരുത്. ഞാൻ എന്ന് വെച്ചപ്പോ അതിൽ കുറച്ചുകൂടി എന്തൊക്കെ ചേരുവ ചേർത്തിട്ടുണ്ട്. അത് വേറൊന്നും അല്ല, എന്താ? സ്നേഹമാണ്, അല്ലെ? എക്സ്ട്രാ സ്നേഹം. അപ്പൊ ഇതാണ്. അപ്പോ അന്നദോഷം, സംഘദോഷത്തിൽ അന്നദോഷത്തിന്റെ കാര്യം പറയാണെങ്കിൽ നമ്മള് മോശം വ്യക്തികളിൽ നിന്നും അവർ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിച്ചാൽ അവരുടെ മെന്റാലിറ്റി കുറച്ചൊക്കെ നമുക്ക് വരും. മനസ്സിലായി? ചൂടാക്കിയ ആഹാരത്തിൽ അങ്ങനെ ഒരു ദോഷമുണ്ട്. ഓക്കെ. അപ്പോ മോശപ്പെട്ട ഒരു മനസ്ഥിതിയുള്ള ഒരു വ്യക്തി ആഹാരം ഉണ്ടാക്കിയാൽ ആ ആഹാരത്തിൽ അവരുടെ മെന്റാലിറ്റി ഉണ്ടാവും. ഒരു സമയത്ത് എന്റെ ഗുരുമഹാരാജ് നടന്ന സംഭവം കേട്ടോ. എന്റെ ഗുരുമഹാരാജ് ഹിസ് ഹോൾനെസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് സന്യാസിയാണ്. അദ്ദേഹം ഒരിക്കൽ സിംഗപ്പൂരിൽ പോയി. സിംഗപ്പൂരിൽ പോയപ്പോൾ ഈ സന്യാസിമാര് എല്ലാവർക്കുള്ള ആഹാരം ഒന്നും കഴിക്കില്ല, അവർക്ക് സ്പെഷ്യലാണ് കേട്ടോ. അവർക്ക് വേണ്ടി ഉണ്ടാക്കാൻ കുറച്ച് ശിഷ്യന്മാർക്ക് അത് ചുമതലപ്പെടുത്തും. ചില സ്ഥലത്ത് അതിന് ശിഷ്യന്മാരുണ്ടാക്കിയ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടാക്കിയ ആഹാരം അവർ കഴിക്കാം. ഒരു സുപ്രഭാതത്തിൽ എന്റെ ഗുരുമഹാരാജ് പ്രസാദം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോ ഒരു ആഹാരം എടുത്തിട്ട് പെട്ടെന്ന് അത് വെച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞ് പൊക്കളാം. ഒരു പേഴ്സണൽ ടോക്കില് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു, എന്താണ് ഗുരുമഹാരാജ് അദ്ദേഹം അങ്ങ് പ്രസാദം കഴിക്കാന്ന് ചോദിച്ചപ്പോൾ അത് കഴിച്ചില്ല എന്ന് മാത്രം പറഞ്ഞു. പിന്നെ ഒരിക്കൽ ഒന്ന് സ്നേഹത്തോടെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ പ്രസാദം ഉണ്ടാക്കിയ സമയത്ത് ഉണ്ടാക്കിയ വ്യക്തി സിനിമാ പാട്ട് കേട്ടുകൊണ്ടാണ് ആഹാരം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. നോ ചാൻസ്. കാരണം ആ വ്യക്തി നല്ലൊരു ഭക്തയാണ് ഉണ്ടാക്കിയവർ, പക്ഷെ ഒരിക്കലും അവർ സിനിമാ പാട്ടൊന്നും ഇടാറില്ല. ഓക്കെ. പിന്നെ ഇദ്ദേഹം അങ്ങനെ പറയുകയും ചെയ്യും. ഇദ്ദേഹം അങ്ങനെ പറഞ്ഞാൽ അതിലെന്തോ കാര്യമുണ്ട്, കാരണം ഒരു ഗുരുനാഥനാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ച വ്യക്തി മനസ്സിൽ വെച്ചിരുന്നു കേട്ടോ. പക്ഷെ ഒരു സുപ്രഭാതത്തില് ഏതെങ്കിലും ഒരു സിറ്റുവേഷന്റെ ഇടയിൽ ഈ വിഷയത്തിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ അത് സത്യമായി. ആ പ്രസാദം ഉണ്ടാക്കുന്ന സമയത്ത് ലൈറ്റ് സൗണ്ടില് ആ വീട്ടിൽ അവരുടെ മക്കള് എന്ത് വെച്ചിരുന്നു? സിനിമാ സൗണ്ട്. ഇത് ഇദ്ദേഹം എങ്ങനെ മനസ്സിലാക്കി? ഒരു അത്ഭുതമല്ലേ? അപ്പൊ ഇത് ഇദ്ദേഹം ത്രികാല ജ്ഞാനിയാണ്, അദ്ദേഹം മനസ്സിലാക്കി. ഓക്കെ. സാധാരണ പറയുന്നത് ഭഗവാന് വേണ്ടി നിവേദ്യം ഉണ്ടാക്കുമ്പോൾ ഭഗവാനെ കുറിച്ചുള്ള ഗ്ലോറിഫിക്കേഷൻ പാട്ട് കേൾക്കാവും. അപ്പൊ ആ മെന്റാലിറ്റി ആ പ്രസാദത്തിലുണ്ടാവും. അത് കഴിക്കുന്ന ആൾക്കാർക്കും ഭഗവാനിൽ ഭക്തി ഉണ്ടാവും. ഓക്കെ. വീട്ടിലുണ്ടാക്കുമ്പോൾ അതിന്റെ പേരെന്താ? പായസം. അതേ സാധനം ക്ഷേത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ അതിന്റെ പേരെന്താ? നിവേദ്യം എന്നും പ്രസാദം എന്നുമാണ് പറയുന്നത്. എന്താണ് വ്യത്യാസം? ഒന്ന് ഭഗവാൻ സ്വീകരിച്ച് ഭഗവാൻ സമർപ്പണം ചെയ്യും, ഒന്ന് നമ്മുടെ ഇഷ്ടത്തിനാണ് ഉണ്ടാകുന്നത്, അല്ലേ? ശരിയല്ലേ? അപ്പൊ ഒരേ സാധനം ഒന്ന് ഭഗവാൻ സമർപ്പിച്ചപ്പോൾ അതിന്റെ പേര് പ്രസാദമെന്നും, സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിന്റെ പേര്, ഭഗവാൻ പറയുന്നുണ്ട്, സ്വന്തം ഇഷ്ടത്തിന് പ്രകാരം ആഹാരം ഉണ്ടാക്കി തിന്നുന്നയാള് പാപത്തിനെയാണ് തിന്നുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അല്ല. എന്നാൽ ഭഗവാന് സമർപ്പണം ചെയ്ത നിവേദ്യം കഴിക്കുന്ന ആൾ
ഈ ജന്മത്തിലുള്ള പാപം മാത്രമല്ല പൂർവ്വജന്മത്തിലുള്ള പാപം പോലും അനുഭവിക്കാത്ത രീതിയിൽ ഊരി വരാൻ വേണ്ടി അത് പ്രസാദം കഴിക്കുകയാണ് ചെയ്യുന്നത്. അത് എന്ന് വെച്ചാൽ അത് എന്താണ്? പ്യൂരിഫിക്കേറ്ററി പ്രോസസ്സാണ്. ഒരേ സാധനം ഒന്ന് ഭഗവാൻ സമർപ്പിച്ചപ്പോൾ അതൊരു മരുന്നായി മാറി, മറ്റൊന്ന് നമ്മളത് കഴിച്ചപ്പോൾ അതൊരു പാപമാണ്, ഈ വിഷമായി മാറി. മനസ്സിലായി? അപ്പൊ ആഹാരത്തിൽ കാര്യങ്ങൾ ഇല്ലേ? ആഹാരവും നമ്മുടെ ബോധവും കണക്റ്റഡാണ്. ഉദാഹരണത്തിന് അങ്ങനെ അല്ല എന്ന് പറയുന്നവരുണ്ടോ? ഇല്ല. ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നമ്മളൊരു തലവേദനയ്ക്ക് ഒരു ഗുളിക കഴിക്കുന്നു, തലവേദന മാറും. അപ്പൊ ഈ കഴിച്ച സാധനത്തിന് നമ്മുടെ ബോധവും തമ്മിൽ എന്തോ കണക്ഷൻ ഇല്ലേ? ഉണ്ട് അല്ലെ? വെള്ളം, ഡ്രിങ്ക്, ഏത് അത് ചാരായം, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് അടിക്കുമ്പോൾ ഉടനെ സ്വഭാവം മാറുന്ന കണ്ട, ബോധമണ്ഡലം മാറുന്നത് കണ്ട. അപ്പൊ ആഹാരം ഇതൊരു കണക്റ്റഡ് അല്ലേ? കണക്റ്റഡ് ആണോ അല്ലയോ? ആണ്. അതാ അതേപോലെ ഭഗവാന് നിവേദിച്ച പ്രസാദം കഴിക്കുന്ന ആളിന് ബോധമണ്ഡലത്തിൽ പ്യൂരിഫിക്കേഷൻ ഉണ്ടാകും. ശ്രീമദ് ഭാഗവത്തില് പർപ്പട്ടില് പ്രഭുപാദ് പറയുന്നുണ്ട്, പാല് കുടിക്കുന്ന വ്യക്തിക്ക് സ്പിരിച്വൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തലച്ചോറിലുള്ള കോശങ്ങളെ ഉണർത്താൻ കഴിയും. അപ്പൊ സ്പിരിച്വൽ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എങ്കിൽ അതിനർത്ഥം കുറച്ച് പാല് കുടിക്കുക. അപ്പൊ ചില ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ കോശങ്ങളൊക്കെ ഉണരുമെന്ന്. ഓക്കെ, അപ്പൊ അതാ. അപ്പൊ ആഹാരവും പ്രസാദവും നമ്മുടെ ബോധമണ്ഡലം തമ്മിൽ കണക്ട്. അപ്പോ ഇവിടെ ദ്രോണാചാര്യനും ഭീഷ്മദേവനും ആഹാരം കൊടുക്കുന്ന ആരാണ്? ശമ്പളം കൊടുക്കുന്ന ആരാണ്? മനസ്സിലായ? അപ്പൊ നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ സ്ഥലത്ത് നിന്ന് വാങ്ങുന്ന പണവും ഈ ആഹാരം തരുന്നവർ കണക്റ്റഡാണ്. അപ്പൊ അവര് പൈസ തന്ന അതിനർത്ഥം അവരുടെ തന്ന പണം വെച്ചാണ് നമ്മൾ ആഹാരം മേടിക്കുന്നത്. അപ്പൊ ആ ജോലി ചെയ്യുന്ന സ്ഥാപനവും നമ്മുടെ ബോധമണ്ഡലമായിട്ട് കണക്റ്റഡ്. മനസ്സിലായ? ഇവിടെ ജോലി ചെയ്യുന്ന സ്ഥാപനം ആര് നടത്തുന്നതാണ്? ദുര്യോധന നടത്താം. അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം വെച്ചാണ് ഇവർ അരി മേടിച്ച് കഴിക്കുന്നത്. അപ്പൊ അതാ. അപ്പൊ ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ആൾക്കാരുടെ മനോഭാവം നമ്മളെ ബാധിക്കും. ഇവിടെ ആർക്കത് ബാധിച്ചിട്ടുണ്ട്? ഭീഷ്മാചാര്യനും ദുര്യോധനും ബാധിച്ചു. കാരണം അവിടെ നിന്നുള്ള ശമ്പളമാണ്. അപ്പൊ അവരുടെ മനോഭാവമേ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റൂ. അതറിയാതെ അങ്ങനെ ആയി പോണതാ. ഓക്കെ, അപ്പൊ ആർക്ക് അന്നദോഷമുണ്ട്? ഭീഷ്മാചാര്യന് അന്നദോഷമുണ്ട്. ശമ്പളം പറ്റുന്നത് ദുര്യോധന്റെ. അപ്പൊ അതുകൊണ്ട് ഇൻഡയറക്ട്ലി ആരുമായിട്ട് അത് ബന്ധപ്പെട്ടിട്ടുണ്ട്? അവർക്ക് അനുകൂലമായി നിൽക്കാൻ പറ്റുന്നത് ദുര്യോധന. ഒന്ന് അന്നദോഷം. അത് സംഘദോഷം. സംഘദോഷം എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം ചെലവാക്കുന്നത് ആരുടെ കൂടെയാണോ അവരെ പോലെ ആയിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ ഡെയിലി കോണ്ടാക്ട് ചെയ്യുന്ന 5 പേരാരും നോക്കുക, അവരുടെ ആവറേജ് ആണ് നമ്മുടെ സ്വഭാവം. ആണല്ലേ? അതെ, ശരിയല്ലേ? നമ്മളെ അതെ, അത്രേ ഉള്ളൂ. ആരുടെ കൂടെയാണോ കൂടുന്നത് അവരുടെ സ്വഭാവമാണ് നമ്മുടെ. സംശയമൊന്നും വേണ്ട. നമുക്ക് അതിസമ്പന്നനാവാനാണ് നമുക്ക് ഇഷ്ടം. ആരാവാനാണ് ഇഷ്ടം? ഡെയിലി സംബന്ധം വെച്ചിരിക്കുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദാരിദ്ര്യവാസികളുടെ കൂടെയാണ്. അപ്പൊ നമ്മുടെ വരുമാനം എങ്ങനെ ഇരിക്കും? ആവറേജിന് താഴെ ആയിരിക്കും. അതിസമ്പന്നരുടെ കൂടെ നമ്മൾ സംബന്ധം വെച്ചാല് നമ്മളുടെ വരുമാനവും കൂടും. ചിന്തകളും അങ്ങനെ ആവും, സിറ്റുവേഷൻസ് അങ്ങനെ ആവും, ചിന്താഗതികൾ അങ്ങനെ ആവും, സാഹചര്യങ്ങൾ അങ്ങനെ ആവും, എല്ലാം അങ്ങനെ ആവും. എന്നാൽ നമ്മൾ അതിസമ്പന്നനാവാനാണ് ആഗ്രഹം. പക്ഷെ നമ്മൾ കൂടെ കൂട്ടുന്നത് ദാരിദ്ര്യവാസികളെയും ദാരിദ്ര്യം പറയുന്നവരെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും വരുമാന വർധന ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇതേ ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ ദുര്യോധനനും കർണനും ശകുനിയുമാണ് ആരുടെ കൂടെ കൂടുതൽ ഡെയിലി വന്ന് ധൃതരാഷ്ട്രർ ഇവരൊക്കെയാണ് എന്നും ആരെ കാണുന്നത്? ഭീഷ്മദേവനെ കാണുന്നത്. മനസ്സിലായ? അപ്പോ സംഘദോഷം ആരുടെ കൂടെയാണ്? അപ്പൊ ഭീഷ്മദേവൻ എന്നും കാണുന്നത് ആരെയാണ്? ശകുനിയെ. എന്നും കാണുന്നത് ദുര്യോധനനെ. എന്നും കാണുന്നത് ധൃതരാഷ്ട്രനെ. എന്നും കാണുന്നത് കർണനെ. ഇവരുടെ എന്നുള്ള ചർച്ച മറ്റുള്ളവനെ എങ്ങനെ താഴെ വലിച്ചിടാം, മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് എങ്ങനെ അപകരിച്ചത് എടുക്കാം, ഇതിനെക്കുറിച്ചുള്ള ഗൂഢാലോചനകളും ചർച്ചകൾ എന്നും കണ്ട് ബുദ്ധിയെല്ലാം എങ്ങനെ ആയിപ്പോയി? വർക്ക് ചെയ്യാതായി. ബുദ്ധി വർക്ക് ചെയ്യാതായ ശക്തൻ അവന്റെ ജോലി ചെയ്യാതിരുന്നാൽ തന്നെ മറ്റുള്ളവന് വളമല്ലേ? ശക്തൻ അവന്റെ ജോലി ചെയ്യാതിരുന്നാൽ മറ്റുള്ളവർക്ക് വളമാണ്. ഉദാഹരണത്തിന് ട്രാഫിക് പോലീസ് ജോലി ചെയ്യുന്നില്ല, അപ്പൊ തോന്നിയാസികൾക്ക് വണ്ടി ഓട്ടിക്കാൻ എളുപ്പമല്ലേ? അപ്പൊ ഇതുപോലത്തെ ശക്തനായ ഭീഷ്മദേവൻ ഒന്നും ചെയ്യാതായിപ്പോയാൽ മറ്റുള്ളവർക്ക് ഒരു വലിയ സഹായമാണ്. സപ്പോർട്ടൊന്നും നമുക്ക് വേറെ ചെയ്യണ്ട, മിണ്ടാതിരുന്നാൽ തന്നെ അവർക്ക് വളമാണ്. അപ്പൊ ഈ സംഘദോഷം ആരെ തകർത്ത് കളഞ്ഞു? ഭീഷ്മാചാര്യനെയും ദ്രോണാചാര്യനെയും സംഘം മോശമായതുകൊണ്ട് അവരുടെ കഴിവൊന്നും പുറത്തെടുക്കാതെ അവർ സ്തംഭിച്ച് അങ്ങനെ നിന്നുപോയി. ഓക്കെ, അവരുടെ കഴിവ് പുറത്തെടുക്കാൻ പറ്റാതെ ആയിപ്പോയി. ഇനി അടുത്തത് എന്താണ്? അന്നദോഷം, സംഘദോഷം, സ്പർശദോഷം. സ്പർശദോഷം എന്ന് പറഞ്ഞാല് നമ്മൾ ഒട്ടുരുമി നിൽക്കുന്ന ആൾക്കാരുടെ സ്വഭാവം നമുക്കും ഉണ്ടാവും. സ്വാധീനിക്കും. നമ്മളെ കൂടുതലും ചേർന്ന് ഒട്ടുരുമി നിൽക്കുന്ന ആൾക്കാരുടെ സ്വഭാവം നമ്മൾ സ്വാധീനിക്കും. ഉദാഹരണത്തിന് ഡെയിലി ഒരു പാപം നിറഞ്ഞ ഒരു വ്യക്തി നമ്മുടെ കാലിലൊന്ന് വീണ
ആ പാവമൊക്കെ ആരുടെയും കയറി പോകും, നമ്മുടെ കാലിലൂടെ കയറി പോകും. അതുകൊണ്ടാണ് വൈഷ്ണവർ കാലിൽ തൊടാൻ സമ്മതിക്കുന്നത്. മനസ്സിലായില്ലേ? കാലിൽ തൊടാൻ സമ്മതിക്കും. കാലിൽ തൊട്ടാൽ നമ്മുടെ സമർപ്പണമാണ്. നമ്മുടെ പാപം മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന എളുപ്പമാണ്. ഒരാളുടെ പാദത്തിൽ പിടിച്ചാൽ നമ്മുടെ പാപം അവർക്ക് കിട്ടും. ഒരാളെ ഞാൻ നിങ്ങളെ കാല് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? സമർപ്പണം. സമർപ്പണം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം വരും. ഉദാഹരണത്തിന് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി നമസ്കരിച്ച് ജയിക്കുമ്പോൾ ഭയങ്കര ആശ്വാസമായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് കാരണം? അവിടെ നമ്മൾ അവിടെ അങ്ങ് നമ്മുടെ ഭാരമൊക്കെ ഇറക്കി അങ്ങ് വയ്ക്കുകയാണ്. അപ്പൊ വയ്ക്കുമ്പോൾ അത് സ്വീകരിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ നമുക്ക് ഭയങ്കര ആശ്വാസം. അത് ഭഗവാൻ നമ്മളെ ഭാരം ഏറ്റെടുക്കാൻ വന്ന് റെഡിയായിട്ട് നിൽക്കുകയാണ് മൂർത്തി വിഗ്രഹത്തിലൂടെ, അല്ലെ? ഭഗവാന്റെ വിഗ്രഹത്തിലൂടെ. അപ്പൊ നമ്മൾ അവിടെ പോയി നമസ്കരിക്കുമ്പോൾ നമുക്ക് ഭാരമെല്ലാം ഇറങ്ങിപ്പോയ സമാനം. അതാണ് പറയുന്നത്, നമ്മൾ ഈ ലോകത്ത് ആരുടെങ്കിലും നമസ്കരിക്കുകയോ നമ്മൾ സറണ്ടർ ആവുകയോ ചെയ്താൽ നമ്മുടെ പാപം അയാൾ ഏറ്റെടുക്കും കൊല്ലത്തിൽ. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആശ്വാസം വരുന്നത്. ഈ ആശ്വാസം വരുന്നു എന്നുള്ളതിന് അർത്ഥം എന്താണ്? ഇതൊക്കെ ഇറങ്ങിപ്പോയി എന്നാണ് അതിനർത്ഥം. ശരിയല്ലേ? അതാ. അപ്പൊ ഇവിടെ പ്രായം കൊണ്ട് ആരും ഏറ്റവും വലുതാണ്? ഭീഷ്മ ഏറ്റവും വലുതാണ്. ധൃതരാഷ്ട്രൻ മുതൽ ആരുടെ കാലിൽ പിടിച്ചോണ്ടിരിക്കുകയാണ്? ഭീഷ്മന്റെ കാലിൽ ധൃതരാഷ്ട്രൻ പിടിക്കുന്നുണ്ട്, ശകുനി പിടിക്കുന്നുണ്ട്, പിന്നെ ദുര്യോധനൻ പിടിക്കുന്നുണ്ട്, കർണനും സൈഡായിട്ട് പിടിക്കുന്നുണ്ട്. ഇങ്ങനെ ദുശാസനൻ അടക്കമുള്ള 101 കൗരവരും വന്ന് പിടിക്കുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ പിടിക്കുമ്പോ കാല് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്ത്? മൂത്ത ആളല്ലേ, ഭീഷ്മാചാര്യല്ലായിട്ട്. അപ്പൊ കാല് പിടിക്കും. ഇങ്ങനെ പിടിച്ച് ഈ ദുഷ്ടന്മാരുടെ സാമീപ്യം കൊണ്ട്, ടച്ച് കൊണ്ട്, സംഘം കൊണ്ട്, സ്പർശം കൊണ്ട് ഇദ്ദേഹത്തിനുള്ള യഥാർത്ഥ കഴിവൊന്നും ഇതിനെ താണ്ടി വെളി വരാതെ ആയിപ്പോയി. സ്തംഭനമുണ്ടായി. പറയൂ. നമ്മളും മോശപ്പെട്ട ആൾക്കാരുടെ കൂടെ നിങ്ങൾ കൂടുതൽ അസോസിയേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം, നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള നിങ്ങളുടെ ചിരി പോലും നിങ്ങളുടെ മുഖത്ത് വരും. നിങ്ങൾ നാച്ചുറലായിട്ട് ചിരിക്കുന്ന നല്ല ഹാപ്പി മൂഡുള്ള ആള് വശമില്ലാതെ കുറച്ച് മോശം ആൾക്കാരുമായിട്ട് നിങ്ങൾ സംഘം ചെയ്ത് പോയാൽ നിങ്ങൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ സ്വഭാവം മാറിപ്പോവും. നിങ്ങൾക്ക് നന്നായി ചിരിക്കാൻ പറ്റാതായി പോകും. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പോലും നിങ്ങൾ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും, നിങ്ങൾ ഇറിറ്റേറ്റഡ് ആയിരിക്കും, നിങ്ങളുടെ മുഖത്ത് ഒരു മ്ലാനത ഉണ്ടാവും. നിങ്ങളുടെ കൂട്ടുകെട്ട് ആയിട്ട് ഇത് കണക്റ്റഡ് ആണ്. നിങ്ങളുടെ അടുത്ത് ഇടപെടുന്ന ആൾക്കാരുമായിട്ട് നിങ്ങളുടെ സ്വഭാവം കണക്ട് ചെയ്തിരിക്കും. ഇവിടെ പാവപ്പെട്ട ഭീഷ്മാചാര്യർ എത്ര കാലം കൊണ്ടാണ് ഇവരുടെ കൊട്ടാരത്തിൽ ഇരുന്ന് ഇവരുടെയൊക്കെ സ്പർശനം ഏറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വഭാവം പൂർണ്ണമായും വെളി വരുമോ? നല്ല സ്വഭാവം വരൂല. ബ്ലോക്സ് ഉണ്ട്. ഓക്കെ. അതേപോലെ നിങ്ങൾ ഒരുപാട് തിന്മകൾ മാത്രം സംസാരിക്കുന്ന ഒരാളുടെ വേദിയിൽ നിങ്ങൾ ഇരിക്കണമെന്ന് വെച്ചോളൂ. നിങ്ങളുടെ ഭാഗം നന്മയാണെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് ജയിക്കാൻ പറ്റുമോ? പറ്റൂല. നിങ്ങൾ ഇവരെ കാണുമ്പോൾ തന്നെ എന്തിന് വെറുതെ സംസാരിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ ആകെ ഡിസ്റ്റർബ്ഡ് ആയി നിങ്ങൾ പുറകോട്ട് പോയിക്കോ. ഉള്ളിൽ നിങ്ങൾക്ക് നന്മയുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് പുറത്തു പറയാൻ പറ്റും. കാരണം നോക്കുമ്പോൾ മൊത്തം വെടിവെക്കാനും തലവെട്ടാനും നിൽക്കുന്നവരുടെ ഇടയിൽ ഞാൻ സംസാരിച്ച് എന്ത് ചെയ്യാനെന്ന് വിചാരിച്ച് നമ്മളെ ഇനി അടികൂടി പരാജയപ്പെടുന്ന കാലം മിണ്ടാതെ ഇരുന്ന് വില കളയാതിരിക്കാന്ന് വിചാരിച്ചു പോകും, അല്ലെ? സംഘദോഷം, സ്പർശദോഷം, അന്നദോഷം, ഇതാണ് കാരണം. മനസ്സിലായോ? അപ്പോ ഇതാണ് കാരണം. ഇത് ആർക്കുണ്ടായിരുന്നു? എന്നാൽ അതേ ഭീഷ്മദേവൻ ഇപ്പൊ ശരശയിലിരുന്ന് വലിയ തത്വശാസ്ത്രം വിളമ്പുകയാണ്. അപ്പൊ അന്നില്ലാത്ത സ്പർശദോഷം, സംഘദോഷം അന്നുണ്ടായിരുന്നത് എന്താ ഇപ്പൊ ഇന്ന് ഇല്ലാതായി പോയോ എന്ന് ആര് ചോദിച്ചു? ദ്രൗപദി ചോദിച്ചു. അന്ന് നിങ്ങളിത് സംസാരിക്കേണ്ട വ്യക്തി സംസാരിച്ചില്ല. അന്ന് എന്തെന്ന് ചോദിച്ചപ്പോ സംഘദോഷം, സ്പർശദോഷം, അന്നദോഷം ഉണ്ടെന്ന് അങ്ങ് പറയുന്നു. അതേ ആളല്ലേ ഇന്നും ഇവിടെ ഉള്ളത്. എന്താ അങ്ങേക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോ, ശരിയാണ് ദ്രൗപദി, ഇതും അങ്ങ് ചോദിക്കുന്നത് എനിക്കറിയാം. എന്നാൽ അന്ന് ഞാൻ ഈ സ്പർശദോഷത്തിനും സംഘദോഷത്തിനും അന്നദോഷത്തിനും കൂടി ഉണ്ടായിരുന്ന ഇംപ്യൂർ ആയ ബ്ലഡ്, എന്താ എന്റെ ശരീരത്തിലുള്ള എല്ലാ ശരീരങ്ങളിലും ഓടുന്ന ബ്ലഡ് എങ്ങനെയായിരുന്നു? പൊല്യൂട്ടഡ് ആയിരുന്നു ഇവരുടെ കൂടെ സംഘദോഷം, അന്നദോഷം, സ്പർശദോഷം. എന്നാൽ ആ ബ്ലഡ് എല്ലാം ഈ സരശയിൽ കിടന്ന് തുള്ളിയായി വീണ് ദുഷ്ട മോശപ്പെട്ട രക്തമെല്ലാം ഒലിച്ചു പോയപ്പോ ആണ് എനിക്ക് ബോധമണ്ഡലം ഉണർന്നത്, ബോധോദയം ഉണ്ടായത്. അതുകൊണ്ട് എനിക്ക് ധർമ്മശാസ്ത്രങ്ങളെ കുറിച്ച് പറയാൻ ഇപ്പൊ എനിക്ക് പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇതേപോലെ നമുക്ക് ഇങ്ങോട്ട് മേടിച്ചിട്ടുള്ള സംഘദോഷവും അന്നദോഷവും സ്പർശദോഷവും ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ടും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടേ നമുക്കുണ്ടാവും. ഓക്കെ. അപ്പൊ ഇൻപുട്ട് നല്ലതാണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് നല്ലതുള്ളൂ. അപ്പൊ ഇൻപുട്ട് മോശവും ഔട്ട്പുട്ട് നല്ലതുമായി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഈ ലോകത്ത്? പറ്റില്ല. അപ്പൊ നമ്മൾ ഈ ലോകത്ത് കൊടുക്കേണ്ടത് നന്മയാണെങ്കിൽ നമ്മൾ ആകെ ഒരു കാര്യം ചെയ്താൽ മതി. അന്നദോഷം, സ്പർശദോഷം, സംഘദോഷം ഇവ മാറ്റി നല്ല അന്നം, നല്ല സ്പർശം,
നല്ല സംഘം കൊണ്ടുവന്നാൽ നമ്മളിലൂടെയും ഈ ലോകത്ത് എന്തേ കിട്ടത്തുള്ളൂ? നല്ലതേ കിട്ടത്തുള്ളൂ. മനസ്സിലായ? അപ്പൊ ഇൻപുട്ട് നന്നായാൽ മാത്രമേ ഔട്ട്പുട്ട് നന്നാവൂ. ഉള്ളേ ഒന്ന് വെളിയെ ഒന്ന് നടക്കോ? ഡുവാലിറ്റി എന്നാണ് ഇത് പറയുന്നത്. ഡുവാലിറ്റി എല്ലാ കാലവും എല്ലാരെയും പറ്റിക്കാൻ പറ്റൂല. സത്യസന്ധമായ ആൾക്കാർക്ക് മാത്രമേ ഈ ലോകത്തിന് സംഭാവനകൾ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഉള്ള ഒന്ന് വെളിയിൽ വന്ന ആൾക്കാർക്ക് ലോകത്തിന് നന്മ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ലോകത്ത് നന്മ കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻപുട്ടും നല്ലതായിരിക്കണം, എങ്കിൽ മാത്രമേ ഔട്ട്പുട്ട്. അപ്പൊ നല്ല ആൾക്കാരായിട്ട് സംഘം ചെയ്യണം, നല്ല പ്രസാദം കഴിക്കണം, നല്ല സ്ഥലത്ത് മാത്രം ജോലി ചെയ്യണം. മനസ്സിലായോ? ജോലി ചെയ്യുന്നത് മോശപ്പെട്ട ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ ഒരിക്കലും സത്യസന്ധനാവാൻ നമുക്ക് പറ്റില്ല. ഒരു കള്ളക്കടത്ത് സ്ഥലത്താണ് ജോലി. നമ്മൾ സത്യസന്ധനായി വളരാൻ പറ്റുമോ? നമ്മുടെ മക്കളെ സത്യസന്ധനായി വളർത്താൻ പറ്റുമോ? പറ്റില്ല. മനസ്സിലായോ? അതാണ്. അപ്പൊ നമ്മുടെ ജോലിയും സെലക്ട് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയി, നല്ല സ്ഥാപനത്തിൽ, നല്ല സ്ഥലത്ത്, നല്ല ആൾക്കാരുടെ കൂടെ സംഘം ചെയ്ത്, നല്ല ആഹാരം കഴിച്ച്, നല്ല രീതിയിൽ കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റുന്ന സ്ഥലം വേണം നമുക്ക് ചുറ്റും നമ്മൾ സെലക്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചുറ്റുവട്ടം എങ്ങനെ വേണമെന്ന് ആര് തീരുമാനിക്കണം? നമ്മൾ തീരുമാനിക്കണം. പക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്തിനെ മാറ്റാൻ നമ്മൾ ശ്രമിക്കരുത്. മനസ്സിലായി? നമ്മുടെ ചുറ്റുവട്ടത്തിനെ മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ചുറ്റുവട്ടം എങ്ങനെ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഈ ചുറ്റുവട്ടം മോശമെങ്കിൽ നമ്മൾ സ്ഥലം വിട്ടയക്കണം, നല്ല സ്ഥലത്ത് പോയി താമസിക്കണം. മനസ്സിലായ? അങ്ങനെ. അപ്പൊ അങ്ങനെ ഒരു ട്രെയിനിങ്ങിൽ ഞാൻ പോയപ്പോ ഒരാള് എൻ്റെ അടുത്ത് ഞങ്ങളടുത്ത് ഒരു അസൈൻമെന്റ് തന്നു. എന്തെന്ന് വെച്ചാല്, ചുറ്റുവട്ടത്തെ അയൽക്കാർ ആരൊക്കെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും എന്ന് എഴുതാൻ. അങ്ങനെ ഒന്ന് എഴുതി നോക്കിയേ നിങ്ങൾ. മോളിറങ്ങി. ഞാൻ ഒരു അസൈൻമെന്റ് ആണ് കേട്ടോ. നിങ്ങൾ എന്നെ വീട്ടിൽ പോയി എഴുതുക. ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് എന്റെ ചുറ്റുവട്ടം ആരൊക്കെ ഉണ്ടായിരിക്കും, എന്ത് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അയൽക്കാരനായാൽ എങ്ങനെ ഇരിക്കും, അല്ലെ? ഇങ്ങനെ ഓരോന്ന് നിങ്ങൾ ഒന്ന് എഴുതുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു ചുറ്റുവട്ടത്തിൽ നടുക്കൊരു വീട് വെച്ച് താമസിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആ 10 പേര് ആരൊക്കെയാണെന്ന് എഴുതി നോക്കിയേ. മരിച്ചവരും ജനിച്ചവരൊക്കെ ആയിക്കോട്ടെ, ഒന്ന് എഴുതി നോക്കിയേ. ഇപ്പൊ എന്റെ ഗുരുനാഥൻ ശ്രീല പ്രഭുപാദർ, എന്റെ ഗുരു മഹാരാജ് മഹാവിഷ്ണു മഹാരാജ്, ഇവരുടെയൊക്കെ അടുത്ത് താമസിക്കണം നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇസ്കോണിന്റെ അടുത്ത് വീട് വെച്ച് താമസിക്കണം ആഗ്രഹമുണ്ട്. കാരണം എന്ത്? അവിടെ എന്നും ശ്രീമദ് ഭാഗവതം ക്ലാസ് കേൾക്കാം, അല്ലെ? എന്നും ആ സത്സംഗം ഉണ്ട്. അത് അങ്ങനെ നിങ്ങളുടെ ചുറ്റുവട്ടം എങ്ങനെ വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഒരു അസൈൻമെന്റ് ആയിരുന്നു എഴുതി നോക്കിക്കേ, എന്ന് നന്നായിരിക്കും, നല്ലതാണ്. അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. ശരി, ഇന്നത്തെ ഈ ശ്ലോകത്തില് അടുത്ത കാര്യം, സമയായി അല്ലേ? സമയായി. അപ്പോ ഇന്നത്തെ ശ്ലോകത്തിൽ ദുര്യോധനൻ പറയുകയാണ്, സേനാവ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മ പിതാമഹന് പരിപൂർണ പിന്തുണ നൽകണം. യഥാർത്ഥത്തിൽ ഈ ശ്ലോകത്തിലൂടെ ഭീഷ്മദേവനോടുള്ള ഇഷ്ടം കൊണ്ടാണോ ദുര്യോധനൻ ഇത് പറയുന്നത്? അല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ എല്ലാവരും കൂടെ ഒരു സദ്യയിൽ പോയിരുന്നു. സദ്യയിലിരുന്നപ്പോ തൊട്ടടുത്തും കുറെ ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ പറയാണ്, ചേട്ടാ ഇദ്ദേഹത്തിന് ഒരു ഐസ്ക്രീം കൊടു ചേട്ടാ എന്ന് പറഞ്ഞു. വിളമ്പുന്ന ഒരാളുടെ അടുത്ത് ഒരു ഐസ്ക്രീം ഇദ്ദേഹത്തിന് കൊടുന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ ഐസ്ക്രീം ആർക്കാണ് വേണ്ടത്? പറയും. മനസ്സിലായ? നമ്മളിപ്പോ പറഞ്ഞത്, ചേട്ടാ എനിക്കൊരു ഐസ്ക്രീം താന്ന് പറയാൻ നാണക്കേട്. അത് നമ്മളെന്ത് പറയും? വലിയ ജീവകാരുണ പ്രവർത്തനം. അടുത്തുള്ള ആളിന് ഐസ്ക്രീം വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ അതിൽ ഇടപെട്ട് അയാൾക്ക് ഒരു ഐസ്ക്രീം മേടിച്ചു തരാണ്. ചേട്ടാ അദ്ദേഹത്തിന് ഐസ്ക്രീം കൊടു ചേട്ടാ. ഇവിടെ അദ്ദേഹം വന്ന് ഇദ്ദേഹത്തിന് ഐസ്ക്രീം കൊടുക്കും. എങ്കിൽ ഇവിടെ കൂടെ ഒന്ന് വെച്ചോളൂ. അത് രഹസ്യമായിട്ടാണ്. എങ്കിൽ ഒന്ന് ഇവിടെ കൂടെ വെച്ചോളൂ. അപ്പൊ അത് ആരും കേട്ടില്ല. എല്ലാവരും കേട്ടതാണ് ഇദ്ദേഹത്തിന് ഐസ്ക്രീം വേണമെന്നുള്ളതാണ് എല്ലാവരും കേട്ടത്. പക്ഷെ യഥാർത്ഥ ആർക്കാണ് ഐസ്ക്രീം വേണ്ടത്? എനിക്ക് വേണം. അത് വിളിച്ചു പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അടുത്തുള്ള ആളുടെ മണ്ടയ്ക്ക് വെച്ച് അയാൾക്ക് ഒരു ഐസ്ക്രീം കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം വന്ന് ഇദ്ദേഹത്തിന് ഐസ്ക്രീം വെച്ചപ്പോ എങ്കിൽ ഒരു ഐസ്ക്രീം എനിക്കും കൂടെ വെച്ചോ. രഹസ്യമായിട്ട് അങ്ങ് വാങ്ങിച്ചു. ഇവിടെ ഭീഷ്മപിതാമഹന് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ അദ്ദേഹം ആർക്ക് സപ്പോർട്ട് തരണം എന്നാണ് പറയുന്നത്? എനിക്ക് നിങ്ങൾ സപ്പോർട്ട് തരണം. എന്റെ ജീവൻ പോവാതെ എന്റെ ചുറ്റും മർമ്മസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ ചത്താലും കുഴപ്പമില്ല, നിങ്ങൾ ആര് രക്ഷിക്കണം? രക്ഷിക്കണം. ഇതാണ് അദ്ദേഹത്തിന്റെ പേര് പറയുന്നതിന് പകരം ഭീഷ്മദേവനെ ഫ്രണ്ട് നിർത്തി ദുര്യോധനൻ ഇത് പറയും. ഇതല്ലേ നമ്മൾ ചെയ്യാറുള്ളത്? അപ്പൊ അല്ലെ, നാച്ചുറലായിട്ട് നമ്മളും ബുദ്ധിപൂർവ്വം ദുര്യോധനെ പോലെ നമ്മളും സംസാരിക്കാറുണ്ട്. അതിന്റെ ഏറ്റവും ലാസ്റ്റ് തെളിവാണ് കഴിഞ്ഞ സദ്യക്ക് ഇതേപോലെ ഒരാൾക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുത്തത്. ശരിയല്ലേ? ഇതാ. അപ്പൊ ഇതൊക്കെ ദുര്യോധനന്റെ മനോഭാവമാണ് വെളിവാക്കുന്നത്. നമുക്കുള്ള അജണ്ട ഒളിച്ചു വെച്ചിട്ട് വെളിയിൽ ഡീസന്റ് ആയി ചമഞ്ഞു നടക്കണം.
ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ലോകത്ത് കൂടുതലാണോ കുറവാണോ? എല്ലാവരും അങ്ങനെയാണെന്ന്. അതാ. അപ്പൊ ഇതെല്ലാം ദുര്യോധന മനോഭാവമാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നാളെ നിങ്ങൾ സദ്യക്ക് പോകുമ്പോ ഇങ്ങനെ ഒരു വിളി കേൾക്കുമ്പോ നമ്മൾ ഭഗവത്ഗീത ഓർക്കണം, ദുര്യോധനനെയും ഓർക്കണം. ഓക്കെ, അതാ. അതാ. അപ്പോ ഈ ലോകത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊന്നും പാടില്ല എന്നല്ല. നമ്മുടെ ലീഡർ ഇങ്ങനെയൊക്കെ ആണ്. കാരണം ആ ലീഡറിന് എന്തേ ഉള്ളൂ? ഭൗതികമായ വീക്ഷണകോണേ ഉള്ളൂ. ഭൗതികമായ വീക്ഷണകോണുള്ള ആൾക്കാര്, കൂടെയുള്ള ആൾക്കാരെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി വഴി തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതൊരു മെറ്റീരിയൽ ലീഡറിന്റെ റോളാണ് അതെങ്കിൽ ഒരു സ്പിരിച്വൽ ലീഡർ ഒരിക്കലും അങ്ങനെ അല്ല ചെയ്യുന്നത്. അത് മനസ്സിലാക്കും. ഒരു സ്പിരിച്വൽ ലീഡർ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഞാൻ മരിച്ചാലും എൻ്റെ കൂടെ ഉള്ളവർക്ക് നന്മ ഉണ്ടാവണം എന്നതാണ് ഒരു സ്പിരിച്വൽ ലീഡറിന്റെ ചിന്ത. മനസ്സിലായ? ഞാൻ മരിച്ചും മറ്റുള്ളവരെ രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഈ ലോകത്തുണ്ട്. അതാരാണ് പറയും? അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ആരെ നോക്കണം? വൈഷ്ണവ പേഴ്സണാലിറ്റീസിന്റെ ലൈഫ് ഒന്ന് പരിശോധിച്ച് നോക്കണം. ഉദാഹരണത്തിന് യേശു ക്രിസ്തു എങ്ങനെയാണ് പറയും? യേശു ക്രിസ്തു നമ്മൾ നോക്കുന്നത് നല്ലൊരു വൈഷ്ണവനാണ്. വൈഷ്ണവന് മാത്രമേ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, മറ്റുള്ളവർ നന്നാവണം എന്നുള്ള ചിന്ത വരും. യേശു ക്രിസ്തുവിന് അത് ഉണ്ടായിരുന്നോ ഇല്ലയോ? ഉണ്ടായിരുന്നു. മനസ്സിലായി? അപ്പൊ സ്വയം നശിച്ചും മറ്റുള്ളവരുടെ നന്മ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ഈ ലോകത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ ഒരാൾ ഈ ആധുനിക യുഗത്തിൽ പറയുകയാണെങ്കിൽ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എന്താണ് പറഞ്ഞത്? മറ്റുള്ളവരുടെ എല്ലാവരുടെയും പാപം ആരനുഭവിച്ചോളാം? ഞാൻ അനുഭവിച്ചോളാം. പക്ഷെ എല്ലാവരും നന്നായി ഭഗവാന്റെ അടുത്ത് എത്തിയാലും മതി എന്നാണ് പറയുന്നത്. ഇതൊരു വൈഷ്ണവ മനോഭാവം. ഓക്കെ. ഒരിക്കൽ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ സ്ത്രീ സമ്പ്രദായത്തിലെ രാമാനുജാചാര്യൻ ഒരിക്കൽ ശ്രീരംഗത്ത് പോയപ്പോ അവിടെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനോട് പറഞ്ഞു, ഞാനൊരു മന്ത്രം ഉപദേശിക്കാം. ഈ മന്ത്രം ഉപദേശിച്ച് നിങ്ങൾ ശരിയായ വണ്ണം ജപിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ പോകും, വൈകുണ്ഠത്ത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഇത് ആരോട് പറയരുത്, ആരോടും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അവരെല്ലാം ഇവിടെ പോകും, വൈകുണ്ഠത്ത് പോകും, നീ മാത്രം നരകത്ത് പോകും. ഇദ്ദേഹം എന്ത് ചെയ്തു? ശ്രീരംഗ ക്ഷേത്രത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് കയറിയിരുന്നുകൊണ്ട് എല്ലാവരോടും ആ മന്ത്രം വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ഞാൻ നിന്നോട് വ്യക്തമായി പറഞ്ഞതല്ലേ, എന്ത്? നീ ഇത് ആരോടും പറയരുത്, പറഞ്ഞാൽ അവരെല്ലാം വൈകുണ്ഠം പോകും, നീ മാത്രം നരകത്ത് പോകും. അത് അദ്ദേഹം പറയാണ്, ഞാൻ നരകത്ത് പൊയ്ക്കോളാം, പക്ഷെ മറ്റുള്ളവരെല്ലാം വൈകുണ്ഠത്ത് പോകുമല്ലോ. ഇത് ആരുടെ സ്വഭാവമാണ്? ഒരു വൈഷ്ണവന്റെ സ്വഭാവം. ഒരു വൈഷ്ണവ ക്വാളിറ്റി ഉണ്ടെങ്കിലേ ഇത് ചെയ്യാൻ പറ്റും. അതേപോലെ ഇത് പാലായി മദനം നടത്തി. പാലായി മദനം നടത്തിയപ്പോൾ എല്ലാവരും എന്ത് കഴിക്കാനാണ് വെമ്പി നിൽക്കുന്നത്? അമൃത് കഴിക്കാൻ. എന്നാൽ നല്ലൊരു അമൃത് കിട്ടുന്നതിന് മുമ്പ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്തെങ്കിലും മോശം സാധനം കിട്ടൂലേ? കിട്ടി. അത് ആർക്ക് വേണ്ട? ആർക്കും വേണ്ട. അതിലൊന്നാണ് കാളകൂട വിഷം. അമൃതം കഴിക്കാൻ നിൽക്കുന്ന ആളുടെ ഇടയിൽ വിഷം കൊണ്ട് കൊടുത്ത് ആരെയും കുടിക്കൂല. എന്നാൽ ഇത്രയും പേർക്ക് അമൃത് കിട്ടട്ടെ, ഞാൻ വിഷം കുടിച്ചോളാം എന്ന് ഒരു വൈഷ്ണവ മനസ്ഥിതി അവിടെ ഉയർന്നു വന്നു. ആരാണത്? പരമശിവൻ, മഹാദേവൻ കാളകൂട വിഷം കുടിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അമൃത് മറ്റുള്ളവർക്ക് കിട്ടാൻ. അപ്പൊ ഇതൊരു വൈഷ്ണവ ക്വാളിറ്റിയാണ്. ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ഈ ലോകത്ത് ഉണ്ട്. അങ്ങനെ നമ്മൾ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുമ്പോൾ ബ്രഹ്മ മധ്വ ഗൗഡീയ വൈഷ്ണവ പരമ്പര കേട്ടോ, ശ്രീ സമ്പ്രദായം ഗുരുശിഷ്യ പരമ്പര, കുമാര സമ്പ്രദായം ഗുരുശിഷ്യ പരമ്പര, അതേപോലെ തന്നെ ബ്രഹ്മസമ്പ്രദായം, രുദ്ര സമ്പ്രദായം ഗുരുശിഷ്യ പരമ്പര. ഇതിലൊക്കെ ഉള്ള പരമ ആചാര്യന്മാരെല്ലാം അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അല്ല ജീവിച്ചു. അവരുടെ പൂർണ്ണമായി അവരുടെ ഓരോ നടപ്പും വാക്കും പ്രവൃത്തിയും മറ്റുള്ളവരുടെ നന്മ മാത്രം ഉദ്ദേശിച്ചാണ്. അവരുടെ സ്വന്തം ഇന്ദ്രിയ സംതൃപ്തി ഒരിക്കലും അവർ നോക്കാം. എപ്പോഴും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ അവർ പ്രവർത്തിക്കാവൂ. അങ്ങനെ പ്രവർത്തിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വേർഷൻ ഞാൻ പറയാം. ആരാണോ രാജ്യത്തിന് വേണ്ടി മരിക്കുന്നത് അവർ സ്വർഗത്തിൽ പോകുന്ന. കാരണം എന്ത്? അവരുടെ ശരീരം ത്യജിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, അവർ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അവരുടെ ശരീരം ത്യജിക്കുന്നത്. മനസ്സിലായി? അതുകൊണ്ട് ഒരു പടക്കളത്തിൽ ഇറങ്ങി പോരാടുന്ന ഒരു വീരയോദ്ധാവിന് സ്വർഗം നിശ്ചിതം എന്ന് പറയുന്നതിന് കാരണം ഭൗതിക ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. പടക്കള ഇറങ്ങി പോരാടുന്ന വീരയോദ്ധാവിന് മിനിമം എന്ത് കിട്ടും? നരകം കിട്ടൂല, സ്വർഗം കിട്ടും. കാരണം എന്ത്? ആ മിനിമം സ്വർഗം കിട്ടാൻ കാരണം എന്തെന്ന് വെച്ചാൽ അവരുടെ ശരീരം ഉപേക്ഷിക്കുന്നത്, വേദനയോടുകൂടി യുദ്ധത്തിൽ വന്ന് വേദനയോടുകൂടി ശരീരം ഉപേക്ഷിക്കുന്നത് അവരുടെ നന്മയ്ക്കല്ല, പകരം പരോപകാരാർത്ഥം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ വേദന സ്വയമേ ഏറ്റെടുക്കുക. ഇത് ആർക്കേ പറ്റൂ? ഒരു വൈഷ്ണവ ക്വാളിറ്റിയാണ്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ശരീരം ത്യജിക്കുക എന്നുള്ളത് ഒരു വൈഷ്ണവ ക്വാളിറ്റിയാണ്. അത് ആർക്കുണ്ട്? പടയാളികൾക്കുണ്ട്.
രാജ്യത്തിന് വേണ്ടി മരിക്കുന്ന സേവകന്മാർക്കുണ്ട്, സർവൻസിനുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് എന്ത് കൊടുക്കുന്നത്? വീരചരമം പ്രാപിക്കുക എന്ന് പറയും. അതാണ്. അപ്പൊ അവരുടെ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയോ അവരുടെ കുടുംബത്തിന് വേണ്ടിയോ അല്ല ചെയ്യുന്നത്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യുദ്ധത്തിൽ പോകുന്ന ഭടന്മാർ മരണപ്പെട്ട അവർക്ക് മിനിമം സ്വർഗം കിട്ടുമെന്ന് ഭഗവത്ഗീത തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊരു സത്യവുമാണ്. കാരണം എന്ത്? അവരവരുടെ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയല്ല അവർ പ്രവർത്തിക്കുന്നത്, അവർ മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ. ഋഷികേശ സേവനം ഭക്തി രുച്യതി എന്നാണ്. നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ശരിക്കും പ്രയോജനപ്പെടുത്തേണ്ടത് ഇന്ദ്രിയങ്ങൾ നമ്മുടെ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി അല്ല. അതാണ് ഭഗവത്ഗീത പറയുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയന്റെ നാഥനായ ഋഷികേശ സേവനം. ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്ന് പറയുമ്പോൾ ഋഷികേശനാണ്. ഋഷിക എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾ എന്നാണ്. ഋഷികേശൻ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഋഷികേശൻ ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. എങ്കിൽ നമുക്ക് ഭക്തി ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോ അത് ഋഷികേശൻ ആരെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ രാജ്യം എന്തെന്ന് അറിയാം. അങ്ങനെയുള്ളവർ മരിക്കുമ്പോൾ ഋഷികേശന്റെ അടുത്ത് എത്തൂല, പകരം എന്ത് ചെയ്യും? ഉപരിലോകങ്ങളിലേക്ക് അവർ ഉയർത്തപ്പെടും, സ്വർഗ്ഗലോകത്തിലേക്ക് അവർ ഉയർത്തപ്പെടും. മനസ്സിലായ? എന്നാൽ കൃഷ്ണന് വേണ്ടിയാണ് സേവനം ചെയ്യുന്നതെങ്കിൽ അവർ സ്വർഗത്തിലല്ല പോകുന്നത്, പകരമോ വൈകുണ്ഠ ലോകത്തിലേക്ക് പോകും. മനസ്സിലായ? അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധത്തിൽ മരിക്കുന്ന ഓരോ വ്യക്തികളും മിനിമം എങ്ങോട്ട് പോകും? സ്വർഗത്തേക്ക് പോകും. എന്നാൽ കൃഷ്ണനെ കണ്ടുകൊണ്ടാണ് മരിക്കുന്നത് കൊണ്ട് അത് പാണ്ഡവ പക്ഷമായിക്കോട്ടെ കൗരവപക്ഷമായിക്കോട്ടെ അവരെല്ലാം നേരെ വൈകുണ്ഠത്തിലേക്കാണ് പോകും. മനസ്സിലായ? അല്ലാതെ തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ ആര് മരിച്ചാലും അത് സ്വർഗത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കുരു എന്നുള്ള രാജാവ് ഒരു വരം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ കൂടി രാജ്യത്തിന് വേണ്ടി മരിക്കുന്നവരെല്ലാം മിനിമം സ്വർഗത്തിൽ പോകും. കാരണം അവരുടെ ശരീരം അവർ ത്യജിക്കുന്നത് അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ പരോപകാർത്ഥം. അപ്പൊ ഈ ഒരു ചെറിയൊരു വൈഷ്ണവ ക്വാളിറ്റി, മറ്റുള്ളവർക്ക് നന്മ എന്നുള്ള ഒരു വൈഷ്ണവ ക്വാളിറ്റി വന്നാൽ നമുക്ക് ഏത് അവോയ്ഡ് ചെയ്യാം? നരകം അവോയ്ഡ് ചെയ്യാം. മനസ്സിലായ? നരകം വേണ്ടാന്ന് വയ്ക്കണമെങ്കിൽ നമ്മൾ മിനിമം എന്തായിരിക്കണം? പരോപകാരം ചെയ്യുന്നവരായി. എങ്കിൽ നമ്മൾ എന്ത് അവോയ്ഡ് ചെയ്യാം? നരകം അവോയ്ഡ് ചെയ്യാം. അപ്പൊ ഇവിടെ ദുര്യോധനൻ എന്നുള്ള ടീം ലീഡർ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഗുരുവിനെയും മുതിർന്ന ആൾക്കാരെയും മറ്റുള്ള ആൾക്കാരെയും അദ്ദേഹത്തിന്റെ പ്ലാനിന് വേണ്ടി ചേർത്ത് വെക്കുമ്പോൾ ഒരു വൈഷ്ണവൻ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. സ്വന്തം ശരീരം വിട്ടുകൊടുത്തും മറ്റുള്ളവരുടെ നന്മയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്? ദുര്യോധനെയാണോ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വൈഷ്ണവനെയാണോ? സ്വന്തം ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് പ്രവർത്തിക്കുന്ന വൈഷ്ണവരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ടീം ലീഡറായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെയുള്ള വൺ ഓഫ് ദ ടീം ലീഡറാണ് നമ്മുടെ AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ് ഈ സ്ഥാപനം അദ്ദേഹം തുടങ്ങിയപ്പോൾ അദ്ദേഹം എന്ത് പേര് കൊടുത്തില്ല? പ്രഭുപാദർ ഫൗണ്ടേഷൻ എന്നുള്ള പേര് കൊടുത്തു. ഏതൊരു ആൾക്കാരും ആശ്രമം തുടങ്ങുമ്പോൾ അവരുടെ പേരിലായിരിക്കും ആശ്രമം തുടങ്ങുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, അല്ലെ? ഇന്ന് ഇദ്ദേഹം തുടങ്ങിയ ആശ്രമത്തിന്റെ പേര് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, അന്താരാഷ്ട്ര കൃഷ്ണ അവബോധ സമിതി. അപ്പൊ അവിടെ ആർക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? കൃഷ്ണനെയാണ്. അപ്പൊ സ്വന്തം പേരാണ് കൊടുത്തിരുന്നെങ്കിൽ അതിലൂടെ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്റെ പേരും പ്രശസ്തിയും. നമ്മൾ ഇവിടെ വിട്ടുപോയാലും എന്ത് നിലനിർത്തണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹപ്രകാരം നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്ന് പോലെ പ്രശസ്തി അറിയണം. അത് ആർക്ക് നമ്മൾ കൊടുക്കണം? ആ പ്രശസ്തിയും അതിന്റെ ക്രെഡിറ്റും ആർക്ക് കൊടുത്തോണം? കൃഷ്ണന് കൊടുക്കണം. എങ്കിൽ ആര് സാറ്റിസ്ഫൈഡ് ആയിരിക്കും? കൃഷ്ണൻ സാറ്റിസ്ഫൈഡ് ആവും. കൃഷ്ണൻ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ നമ്മളും സാറ്റിസ്ഫൈഡ് ആവും, ലോകവും സാറ്റിസ്ഫൈഡ് ആവും. ഉദാഹരണത്തിന് വയറിനകത്ത് ആഹാരം വന്നാൽ ആരൊക്കെ സാറ്റിസ്ഫൈഡ് ആവും? വയർ മാത്രമാണോ സാറ്റിസ്ഫൈഡ് ആവും? അല്ല, ശരീരം മുഴുവൻ, അല്ലെ? അതേപോലെ കൃഷ്ണനെ സേവിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിനെ സേവിക്കുന്നത്. അതാണ് മാധവ സേവ ചെയ്യുമ്പോൾ മാനവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. ഇന്നത്തെ കാലത്ത് തലകുത്തിനെയാണ് പറയുന്നത്. മാധവ സേവയാണ് മാനവ സേവയാണ് മാധവ സേവ എന്നാണ് പറയുന്നത്. അല്ല, മാധവ സേവയാണ് യഥാർത്ഥ മാനവ സേവ. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു. സ്വാഭാവികമല്ലേ? യഥാർത്ഥത്തിൽ അല്ല, ഞാൻ എന്റെ കഴിവിന്റെ എഫോർട്ട് മാക്സിമം കൊടുക്കുന്ന അറിയാം. അവർക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിൽക്കുന്നത് ശ്രീകൃഷ്ണനാണ്. എവിടെയാണോ ശ്രീകൃഷ്ണൻ നിൽക്കുന്നത് അവിടെയാണ് വിജയമെന്ന് എല്ലാവർക്കും, ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് യുദ്ധത്തിൽ ആര് തോക്കുന്നു നല്ല ബോധമുണ്ട്, കൗരവർ തോക്കുന്നു നല്ല ബോധമുണ്ട്. എന്നിട്ടും അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നു എന്നേ ഉള്ളൂ. പറയുന്നു. ഓക്കെ. അപ്പൊ എല്ലാ സൗഭാഗ്യവും ഭാഗം അനുഗ്രഹിക്കട്ടെ. ഇന്ന് എന്തെങ്കിലും ഇന്നത്തെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൺലൈനിൽ ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ ചോദ്യം ചോദിക്കാവുന്നതാണ്. ദയവായി ചോദ്യങ്ങൾ ചോദിച്ചാൽ പ്ലീസ്. താങ്ക് യു. ഓൺലൈനിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കാവുന്ന. പ്രഭു
ഹരേ കൃഷ്ണ, പറഞ്ഞാലും പ്രഭുജി. ഹരേ കൃഷ്ണ, വളരെ നല്ലതായിരുന്നു, ഭയങ്കര നല്ല വിവരണം. എത്ര പറഞ്ഞാലും മതിയാവൂല. ഭയങ്കര ക്ലാസ് ആയിരുന്നു. അപ്പൊ അതില് പ്രഭു മറ്റേ സുഹൃത്തുക്കളെ കൂടുതൽ കണ്ടെത്താന്നുള്ള ഒരു പുസ്തകത്തിന്റെ പേര് പറഞ്ഞു, അതൊന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ വാങ്ങിക്കാമായിരുന്നു. അത് നല്ലൊരു ഉദാഹരണമായിരുന്നു. പിന്നെ വേറൊരു ഡൗട്ട്, നമ്മൾ വൈഷ്ണവൻ ആണ് പ്രഭു പറഞ്ഞത്, പരോപകാരി എന്നുള്ള ഇത് പറഞ്ഞു. അപ്പം ഭഗവാൻ ഈ പരമശിവൻ കാളകൂട വിഷം കഴിച്ചത് പരോപകാരമായിട്ട് ആണല്ലോ. അപ്പം അതേ ഇപ്പൊ വൈഷ്ണവനും ശൈവരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ സിദ്ധാന്തം. അതിനെപ്പറ്റി എന്താണ് പ്രഭുവിന്റെ ഒരു അഭിപ്രായം? ഓക്കെ, താങ്ക് യു പ്രഭു. അതായത് ഇതുപോലത്തെ ചർച്ചകൾ നടക്കുന്നത് ഒരിക്കലും ശാസ്ത്രം പഠിക്കാത്തവരുടെ ഇടയിലാണ്. ശാസ്ത്രം, ഭഗവത്ഗീത, ഭാഗവതം, മഹാഭാരതം, രാമായണം, ശിവപുരാണം അടക്കമുള്ള ഗ്രന്ഥങ്ങൾ ആരാണോ പഠിച്ചിട്ടുള്ളത് അവർക്ക് ഒരിക്കലും ഇതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായമില്ല, ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. എന്നാൽ ശരിക്കും ശാസ്ത്രം നല്ലവണ്ണം പഠിക്കാത്ത വ്യക്തികൾക്കിടയിലാണ് ശിവഭഗവാനാണോ വലുത്, വിഷ്ണു ആണോ വലുത് എന്നുള്ള ചർച്ചയൊക്കെ ശാസ്ത്രം പഠിക്കാത്ത സാധാരണ ആൾക്കാർക്ക് ഉള്ള ഒരു ഫാൻസ് അസോസിയേഷൻ തമ്മിലുള്ള അടി പോലെയാണ്. ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതരം വികാരം കൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ ഫാനാണ്, മറ്റയാൾ അത് ഞാൻ ഇദ്ദേഹത്തിന്റെ ഫാനാണ് എന്ന് പറയുന്നത്. എന്നാൽ ശാസ്ത്രത്തിന്റെ ദൃഷ്ടികോണ് കൂടി കാണുകയാണെങ്കിൽ ഒരിക്കലും ശിവഭഗവാനെ നമ്മൾ കുറച്ച് കാണുന്നുമില്ല. ശിവഭഗവാനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ വിഷ്ണുവിനെയും കുറച്ച് കാണുന്നില്ല. അവര് യഥാവിധി അവരവരുടെ സർവീസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും വിഷ്ണുവിനെ ആരും തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ശിവാലയ ഓട്ടം നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 11 ശിവക്ഷേത്രത്തിൽ പോയി 12ാമത്തെ വിഷ്ണു ക്ഷേത്രത്തിൽ വന്ന് ദർശനം ചെയ്യുമ്പോഴാണ് ശിവാലയ ഓട്ടം കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ശിവാലയ ഓട്ടം ഓടുന്ന സമയത്ത് ഗോവിന്ദ ഗോപാല നാമം പാടി ശിവാലയ ഓട്ടത്തിന് തുടക്കം കുറിച്ചു എന്നാണ് പറയുന്നത്. എന്താ ഓം നമ ശിവായ പാടി ശിവാലയ ഓട്ടം തുടക്കം കുറിച്ചെന്ന് പറയാത്ത? അപ്പൊ അന്നും ഇന്നും ഗോവിന്ദനെ ഭജിക്കുക എന്നുള്ളത് തന്നെയാണ് ശിവാലയ ഓട്ടത്തിന്റെ പോലും ഉദ്ദേശം. ശിവ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നമ്മൾ വിഷ്ണുവിന്റെ സേവനത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം എന്ത്? ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, വൈഷ്ണവാനാം യഥാ ശംഭു എന്നാണ്. വൈഷ്ണവരിൽ ഏറ്റവും പ്രധാനി ശംഭുവാണ് എന്ന് വെച്ചാൽ ശിവഭഗവാന്റെ കാരണമില്ലാത്ത ആർക്കും ഒരു വിഷ്ണു ഭക്തനാവാൻ കഴിയില്ല. ശിവപുരാണത്തില് ആയിക്കോട്ടെ ഒരിടത്തും വിഷ്ണുവിനെ തള്ളി പറഞ്ഞിട്ടില്ല. എന്നാൽ ശിവഭഗവാൻ എന്നാണ് വിഷ്ണു പോലും അതിനെ അഭിസംബോധന ചെയ്യുന്നത്. കാരണം വിഷ്ണുവിന്റെ ഡ്യൂട്ടി അദ്ദേഹത്തിന്റെ ഭക്തന്മാരെ സേവിക്കലാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ ഭഗവാൻ എന്തിനാണ് അർജുനന്റെ തേരാളിയായി ഡ്രൈവറായിട്ട് പോകുന്നത്? അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വില കുറയുകയല്ല ചെയ്യുന്നത്, വില കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും വിഷ്ണുവിന്റെ സ്ഥാനം ഒരിക്കലും നമുക്ക് കുറച്ച് കാണാനും പറ്റില്ല. ശിവഭഗവാനെ പോലുള്ള മഹാ വൈഷ്ണവരെ ആരാധിക്കാതെ വിഷ്ണു പ്രീതി ആർക്കും പിടിച്ചു പറ്റാനും പറ്റില്ല എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറയാനുണ്ട്. അത് ഒരു ക്ലാസ് മുഴുവൻ നമുക്ക് ഈ വിഷയത്തിനെ കുറിച്ച് ഇനിയുള്ള ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. വന്നാൽ താങ്ക് യു. വളരെ നന്ദി പ്രഭു. വളരെ സന്തോഷം. താങ്ക് യു. വന്നു ചേർന്ന പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, നമുക്ക് ഇനിയും അടുത്ത ആഴ്ച കാണാം. എനിക്കൊരു സജഷൻ ഉണ്ട്. അടുത്ത ആഴ്ച 9 മണി മുതൽ 10 മണി വരെ ആക്കിയാൽ കൊള്ളാമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താ? 9 മണി മുതൽ 10 മണി വരെ. കാരണം സൺഡേ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ക്ലാസ് ഉള്ളത് കൊണ്ട് എനിക്ക് പല സ്ഥലത്തും ക്ലാസ്സിന് പോകാൻ പറ്റുന്നില്ല. അപ്പൊ അടുത്ത ആഴ്ച മുതൽ നമുക്ക് 9 മണിക്ക് തുടങ്ങി 10 മണിക്ക് അവസാനിക്കും. 9 മണി എന്ന് പറഞ്ഞാൽ 9:15 നമ്മൾ തുടങ്ങി 10-10:15 നമുക്ക് അവസാനം. എങ്കിൽ 11 മണിക്കുള്ള ക്ലാസ് പല സ്ഥലത്തും ഉണ്ട്. എനിക്കിത് കാരണം പോകാൻ പറ്റുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? അടുത്ത ആഴ്ച മുതൽ നമുക്ക് 9 മണിക്കാണ് ഈ ക്ലാസ്. 9 മണി 9 മുതൽ 10 മണിക്കകത്ത് നമുക്ക് തീർക്കാം. ഓക്കെ, ദയവായി എല്ലാവരും മുന്നോട്ട് വരാം. ഓക്കെ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീല ഗുരുദേവ് കി ജയ്. ഗൗര പ്രമാനന്ദേ. ഹരി ഹരി ഓം. താങ്ക് യു.